ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بالآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم നാദാപുരം SKSSF സംഘടിപ്പിക്കുന്ന പ്രൗഢമായ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്തു തരികയും വളരെ അർത്ഥവത്തായ പ്രഭാഷണം നടത്തുകയും ചെയ്ത കർമ്മശാസ്ത്ര മേഖലകളിൽ പ്രചരിച്ചു നിൽക്കുന്ന ബഹുവന്യരായ ശൈഖുന വല്യപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ അവർകൾ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രൗഢമായ പരിപാടി അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുസ്സമദ് ഹുദവി അവർകൾ, നമ്മുടെ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ നൗഫൽ കുമ്മങ്കോട്, അതേപോലെ ഇവിടെ ആശംസ പ്രഭാഷണങ്ങൾ നടത്തേണ്ടിയിരുന്ന ഒരുപാട് ആളുകൾ സൂപ്പി നരിക്കാട്ടേലി ഏതായാലും വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക നഭമണ്ഡലങ്ങളിൽ പ്രചരിച്ചു നിൽക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. വളരെ പവിത്രമായ റമദാനിന്റെ വളരെ പവിത്രമായ നിമിഷങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടിയതും പടച്ചിറപ്പിന് വേണ്ടി വേർപിരിയുന്നതും നാളെ ഉഖ്റവിയായ ലോകത്ത് ഏറ്റവും ഉപകാരമുള്ള അമലാക്കി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും ശിഷ്ടകാല തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരികയും ഇനിയുള്ള ശിഷ്ടകാലം തെറ്റുകളില്ലാതെ പാപങ്ങളില്ലാതെ സ്വാലിഹീങ്ങളായി ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി മരിക്കുവാൻ സർവശക്തനായ റബ്ബ് നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുഫിയാൻ ഹുദവിയുടെ പിതാവും നമ്മുടെ നാട്ടിൽ ഏറെ സുപരിചിതനുമായ ബഹുമാന്യരായ MP കുഞ്ഞാലി മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിലും വീട്ടിലും മക്കളിലും അള്ളാഹു ബർക്കത്തും നിഅമത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മരിച്ചുപോയ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരുടെയും ഖബറിടങ്ങൾ സ്വർഗീയമാകുവാനും ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മുടെ ഈ ഒരു സംഗമം കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിട്ടുവീഴ്ചയും പരസഹായവും എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നന്മകളൊക്കെ കണക്കാക്കിയിട്ടുണ്ടെന്നാണ്. നമ്മുടെ അമലുകളും നമ്മുടെ നന്മകളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വാർഷിക കണക്കെടുപ്പ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നടന്നതായി അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായി നമ്മുടെ നന്മകൾ അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ ഒന്ന് ദൈനംദിനം അല്ലാഹു ഉയർത്തുന്നുണ്ടെന്നാണ്.
അസ്ർ നിസ്കാര സമയവും സുബ്ഹി നിസ്കാര സമയവും അല്ലാഹുവിന്റെ മലാക്കമാർ ഭൂമി ലോകങ്ങളിലേക്ക് കടന്നു വരികയും നിസ്കാര ശേഷം പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മുടെ അമലുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചതോറും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. അത് എല്ലാ തിങ്കളാഴ്ച അതേപോലെ എല്ലാ വ്യാഴാഴ്ച രാവുകളിലാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾക്ക് അല്ലാഹു അവരുടെ നന്മകൾ ഉയർത്തൂല, അവരുടെ നന്മകൾ അല്ലാഹുവിന് ആവശ്യമില്ല. അതേപോലെ രണ്ട് സഹോദരങ്ങളുടെ അമലും അല്ലാഹു ഉയർത്തി വെക്കൂല, അല്ലാഹു ആകാശ ലോകങ്ങളിൽ കൊണ്ടുപോകൂല. അവരുടെ ഇടയിൽ പിണക്കമുണ്ടെങ്കിൽ പിണങ്ങിയ ആളുകളുടെയും കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകളുടെയും നന്മകൾ അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് സമാഗതമാകുന്നതിന് മുമ്പേ നമ്മൾ ഒരുങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആരോടും പിണക്കമില്ലാതെ, ആരോടും ചൊടിയില്ലാതെ, ആരോടും പകയില്ലാതെ ജീവിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്കിലേ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകം, അള്ളാഹുവിന്റെ സ്വർഗീയ സുഖങ്ങൾ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായി എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഏറ്റവും വിലയുള്ള, ഏറ്റവും മൂല്യമുള്ള ഉപദേശം, ആരെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ പരസ്പരം സലാം പറഞ്ഞ് പരസ്പരം സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എങ്ങാനും മരിച്ചുപോയാൽ, അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് സമാധാനം പറയേണ്ടി വരും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ജാഗരൂകരാവണം. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ എങ്ങനെയാണ് ഈ പിണക്കം സംഭവിക്കുന്നത്? എങ്ങനെയാണ് രണ്ടുപേരുടെയും ഇടയിൽ ചൊടിയും പകയും വിദ്വേഷവും ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ച ഇല്ലായ്മ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ലായ്മ, ഇതാണ് പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നത്. വിട്ടുവീഴ്ച ഇല്ല എന്നതാണ്. ചെറിയ വളരെ ആരും മൈൻഡ് ചെയ്യാത്ത സിമ്പിൾ കാര്യത്തിന്റെ പേരിലൊക്കെ പിണങ്ങി നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം അനുഭവിക്കാറുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളിലേക്ക് ഒരാൾ കടന്നു വരാൻ പോവാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരാൻ പോവാണ്. റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോ സ്വഹാബാക്കളൊക്കെ ഉറ്റുനോക്കുകയാണ്, ആരാണ് അയാൾ? സ്വർഗക്കാരനായ ആളെ നിങ്ങൾക്ക് കാണണമോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബാക്കൾ താല്പര്യത്തോടെ ജിജ്ഞാസയോടെ നോക്കുകയാണ്, ആരാണ് അയാൾ? അപ്പോഴാണ് ഒരു സ്വഹാബി വരുന്നത്. റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെരുപ്പുണ്ട്. അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിൽ നിന്ന് വുളൂഇന്റെ വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരുന്നു. സ്വഹാബാക്കളൊക്കെ നോക്കി, അവർക്കൊക്കെ പരിചയമുള്ള അൻസാരിയായ ചെറുപ്പക്കാരനാണ് അയാൾ. അദ്ദേഹം നിസ്കരിച്ചു ധരിച്ചുപോയി. പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗ്ഗക്കാരനായ ഒരാളെ നിങ്ങൾക്ക് കാണണമോ? സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് കാണണം. അപ്പോൾ അതാ വരുന്നു, ഇടതു കൈയിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് താടിരോമങ്ങളിൽ വെള്ളം മുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം നിസ്കരിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗ്ഗക്കാരനെ കാണണോ? കാണണം നബിയെ, സ്വർഗ്ഗക്കാരനെ കാണണം. അപ്പോഴാണ് ഇന്നലെ വന്ന അതേ ചെറുപ്പക്കാരൻ തന്റെ ഇടതു കൈയിൽ ചെരുപ്പുകൾ പിടിച്ചുകൊണ്ട് തന്റെ താടിരോമങ്ങളിൽ നിന്ന് വെള്ളം മുറ്റിക്കൊണ്ടിരിക്കുകയാണ്, വുളൂഇന്റെ വെള്ളം. എന്നിട്ട് പള്ളിയിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് മടങ്ങി പോകുന്ന, നിസ്കാരം കഴിഞ്ഞു തന്റെ മുറിയിലേക്ക് മടങ്ങി പോകുന്ന ആ സഹോദരന്റെ പിന്നാലെ ഓടിപ്പോകുന്നത്. അല്ലയോ സഹോദര, ഞാൻ എന്റെ കുടുംബവുമായി പിണങ്ങിയിരിക്കുകയാണ്,
ഞാൻ എന്റെ ഉപ്പയുമായി പിണങ്ങിയിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ? നിങ്ങളുടെ വീട്ടിൽ ഞാനൊരു 3 ദിവസം താമസിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, താമസിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. 1ാമത്തെ രാത്രി ഉറങ്ങാതെ എന്താണ് ഇയാൾ ചെയ്യുന്ന അമല് എന്ന് നോക്കി നിൽക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരമുണ്ടോ? രാത്രി മുഴുവനും നിസ്കരിക്കുന്നുണ്ടോ? രാത്രി മുഴുവനും ഖുർആൻ ഓതുന്നുണ്ടോ? എന്താണ് ഇയാളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇയാൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്നറിയാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. പക്ഷേ പ്രത്യേകമായ ഒരു അമൽ അദ്ദേഹത്തിന്റെ അടുത്തില്ല, പ്രത്യേകമായ ഒരു സൽക്കർമ്മമില്ല, പ്രത്യേകമായ ഖുർആൻ ഓത്തുകളോ തഹജ്ജുദ് നിസ്കാരങ്ങളോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. പിറ്റേ ദിവസവും രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുന്നു, എന്തെങ്കിലും പ്രത്യേകമായ അമലുകളുണ്ടോ? 2ാമത്തെ ദിവസവും കണ്ടില്ല. 3ാമത്തെ ദിവസവും കാത്തിരുന്നു. 3ാമത്തെ ദിവസവും അമൽ കാണാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനോടോ എന്റെ കുടുംബങ്ങളോടോ പിണങ്ങിയിട്ടില്ല, ആരോടും ഞാൻ ചൊടിച്ചിട്ടില്ല, ആരോടും ഞാൻ തെറ്റിയിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗ്ഗക്കാരനെ കാണണോ എന്ന് ചോദിച്ചപ്പോ 3 ദിവസവും വന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു അമൽ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്റെ കയ്യിൽ പ്രത്യേകമായ ഒരു അമലുമില്ല, ഞാൻ ഒരുപാട് നിസ്കരിക്കാറില്ല, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാറില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു കാരണമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ പ്രത്യേകമായി കാണുന്ന, വളരെ പ്രാധാന്യത്തോടെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ്, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ എനിക്ക് ഒരാളോടും ഒരു പകയില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരും വളരണമെന്ന താല്പര്യമാണ്. ആരോടും എനിക്ക് പകയോ ആരോടും എനിക്ക് ചൊടിയോ ഒന്നുമില്ല. എന്റെ ഹൃദയം ശുദ്ധിയാണ്, ശുദ്ധമായ മനസ്സോടെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ഒരുപക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കണമെന്ന് സ്വഹാബി പറയുമ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ, ഇത് തന്നെയായിരിക്കണം, ഞങ്ങൾക്കൊന്നും സാധിക്കാത്ത കാര്യമാണല്ലോ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ആളുകളെല്ലാം കൂട്ടമായി മടങ്ങി പോകുമ്പോ നമ്മുടെ സമ്പത്തോ നമ്മുടെ അധികാരങ്ങളോ നമ്മുടെ മക്കളോ സന്താനങ്ങളോ ഒന്നും അല്ലാഹുവിന്റെ കോടതിയിൽ ഉപകാരമില്ലാതിരിക്കുമ്പോ എന്താണ് അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് പോവാൻ കാരണക്കാരനാവുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരാണ് സംശുദ്ധമായ മനസ്സോടെ, ആരാണ് ആരോടും പകയോ ചൊടിയോ വിദ്വേഷമോ ഇല്ലാതെ നല്ല മനസ്സോടുകൂടി ആരാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുന്നത്, അവർക്കേ സ്വർഗമുള്ളൂ, അവർക്കേ അല്ലാഹു സ്വർഗം നൽകുകയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഈ ഒരു സംഭവം കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സംഭവത്തോടുകൂടെ ആർക്കാണ് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുക? ആർക്കാണ് സ്വർഗത്തിന്റെ അവകാശികളാവുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ ഹൃദയം, ആരോടും ചൊടിയോ പിണക്കമോ ഇല്ലാത്ത ഹൃദയം, എല്ലാവരോടും അഫ്വ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ആരുടെ മനസ്സിനാണ് സാധിക്കുന്നത്? അവർക്കേ നാളെ സ്വർഗത്തിലേക്ക് പോവാൻ പറ്റുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂട്ടലിന്റെ പ്രാധാന്യം. ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകൾ എന്ത് നേട്ടമാണ് അവർക്കൊക്കെയുള്ളത്? അന്ത്യനാളിൽ അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് പർവ്വതത്തിന്റെ അത്രയും കണക്കെ വമ്പിച്ച കൂമ്പാരങ്ങളുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അമലുകളുമായി പോകുന്ന ആളുകളുണ്ടല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ പാപരായി ദരിദ്രരായി മാറുന്ന ചില ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി സഹാബാക്കളോട്, അതദറൂന മൽ മുഫ്ലിസ്?
ആരാണ് പാപ്പരൻ, ആരാണ് ദരിദ്രൻ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദരിദ്രൻ ആരാണ്? പാപ്പരൻ ആരാണ്? കയ്യിൽ പൈസ ഇല്ലാത്തവനാണ്. മൻ ലൈസ ലഹു ദിർഹമൻ വലാ മതാ. ആരുടെ കയ്യിലാണോ സമ്പത്തില്ലാത്തത്, ആരുടെ കയ്യിലാണോ ദിർഹമിന്റെയോ ദീനാറിന്റെയോ റിയാലിന്റെയോ നോട്ടുകെട്ടുകൾ ഇല്ലാത്തത്, അവനാണ് പാപ്പരനെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് മറുപടി പറയുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരൻ? BPL എന്നൊക്കെ പറയൂലേ, ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ആരാണ്? സ്വഹാബാക്കൾ പറഞ്ഞു, സ്വാഭാവികമായും നമ്മളൊക്കെ പറയുന്നത് പോലെ മല്ല ദിർഹം, ആരുടെ കയ്യിലാണ് നബിയെ ദിർഹമില്ലാത്തത്? വലാ മതാ, ചരക്കുകൾ ഇല്ലാത്ത ആളുകളാണ് പാപ്പരൻ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഫ്ലിസു ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലെ പാപ്പരൻ എന്ന് പറഞ്ഞാൽ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാഹ്, ഒരുപാട് നിസ്കാരങ്ങളുമായി കോടതിയിലേക്ക് വരും. ഒരുപാട് നിസ്കാരങ്ങൾ, കണക്കില്ലാത്ത ലിമിറ്റില്ലാത്ത പരിധിയില്ലാത്ത ഒരുപാട് നന്മകളുമായി പടച്ചറപ്പിന്റെ അടുത്തേക്ക് അയാൾ കടന്നു വരും. ഒരുപാട് നോമ്പുമായി റബ്ബിന്റെ അടുത്തേക്ക് കടന്നു വരും. സകാത്ത് കൊടുക്കുന്ന വലിയൊരു മുതലാളിയാണ്, സകാത്തുമായി കടന്നു വരുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഒരാൾ കടന്നു വരുന്നത്. അപ്പോഴാണ് ഒരാൾ വരുന്നത്, അല്ലാഹുവേ ഇയാൾ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് നബി അല്ലാഹുവേ, ഇയാൾ എന്നെ ആരോപിച്ചിട്ടുണ്ട് റബ്ബേ. വേറൊരാൾ വരുന്നു, ഇയാൾ എന്റെ സമ്പത്ത് തിന്നിട്ടുണ്ട് നബിയെ, ഇയാൾ എന്റെ രക്തം ചിന്തിയിട്ടുണ്ട് നബിയെ, ഇയാൾ എന്നെ അടിച്ചിട്ടുണ്ട്. ഇവിടെ പകയും വിദ്വേഷവും ചൊടിയും വൈരാഗ്യവുമായി നടക്കുന്നവർ, മറ്റുള്ളവരെ നാക്കുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ആക്കിയുള്ള ആളുകളെ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് നിരനിരയായി ആളുകൾ വരുന്നത്. ഓരോ ആളുകൾക്ക് ഓരോ പ്രതികാരം എടുക്കാനുണ്ട്, ഓരോ ആളുകൾക്ക് ഓരോ പ്രതികാരം പടച്ചറപ്പിന്റെ മുമ്പിൽ ചോദിച്ചു വാങ്ങാനുണ്ട്. ഒന്നാമത്തവൻ പറഞ്ഞത്, അല്ലാഹുവേ ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ പ്രതികാരം? ചീത്ത പറഞ്ഞാൽ, അല്ലാഹുവേ ഇയാൾ എന്നെ ചീത്ത പറഞ്ഞത് കാരണം ഇയാളുടെ ഒരു നന്മ എനിക്ക് തരണമെന്ന്, ഇയാളുടെ ഒരു നിസ്കാരം എനിക്ക് തരണമെന്ന് അല്ലാഹു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മറ്റൊരാൾ, ഇയാൾ എന്നെ ആരോപിച്ചിട്ടുണ്ട് റബ്ബേ, ഇയാൾ എന്നെ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ സകാത്തും അയാൾക്ക് കൊടുത്തു. വേറൊരാൾ വന്നു, ഇയാൾ എന്റെ അയൽവാസിയായിരുന്നു, ഇയാൾ തന്റെ വീടിന്റെ മതിൽ കെട്ടുകൾ കെട്ടുമ്പോ എന്റെ സ്ഥലത്തോട് ചേർത്തിട്ടാണ് കെട്ടിയത്. ഒരു ഇഞ്ചെങ്കിലും ഇഞ്ച് അത് അന്യന്റേത് മുതലെടുക്കാൻ പാടില്ലല്ലോ, മറ്റുള്ളവന്റെ സമ്പത്ത് നമ്മൾ സ്വായത്തമാക്കാൻ പാടില്ലല്ലോ. തന്റെ അധികാരം ഉപയോഗിച്ചിട്ട്, തന്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ട് അയൽവാസിയുടെ പാടത്തിലേക്കോ അയൽവാസിയുടെ സ്വത്തിലേക്കോ അയൽവാസിയുടെ ഭൂമിയിലേക്കോ തന്റെ മതിൽക്കെട്ടുകൾ കയറ്റി വെക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് പറയുന്നത്. ഇയാളെന്റെ സമ്പത്ത് തിന്നിട്ടുണ്ട് റബ്ബേ, ഇയാളിൽ നിന്ന് എനിക്ക് പ്രതികാരമെടുക്കണം. നാട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇയാളുടെ കയ്യിലാണ് MLA-മാരുള്ളത്, ഇയാളുടെ കയ്യിലാണ് പള്ളിയുടെ സെക്രട്ടറിമാരുള്ളത്, ഇയാളുടെ കയ്യിലാണ് നാട്ടിലെ പ്രമാണിമാരുള്ളത്. ഞാൻ സംസാരിച്ചാൽ അതെനിക്ക് പ്രതികൂലമായി ബാധിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രതികാരമെടുക്കണം. അപ്പോഴേക്കും ഇയാൾ ചെയ്ത ഹജ്ജുകൾ ഇയാൾക്ക് എടുത്തു കൊടുക്കുകയാണ്, മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അപ്പോഴേക്കും വേറൊരാൾ കടന്നു വരുന്നു, അല്ലാഹുവേ ഇയാൾ എന്നെ അടിച്ചിട്ടുണ്ട്, എനിക്ക് പ്രതികാരമെടുക്കേണ്ടതുണ്ട്, പ്രതികാരമെടുക്കണം. അപ്പോഴേക്കും ഇയാൾ നൽകിയ സ്വതകൾ സദസ്സിൽ നിന്നൊക്കെ 10,000-ങ്ങൾ 5,000-ങ്ങൾ ലക്ഷങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞ് കൈ ഉയർത്തിക്കൊണ്ട് ദീനിയായ സംരംഭങ്ങളിലേക്ക് വളരെ താല്പര്യത്തോടെ സ്വതക കൊടുത്ത ആളുകൾ അവരുടെ സ്വതകയും കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വരുന്നവർക്കെല്ലാം ഇവരുടെ നന്മകൾ ഓരോന്നോരോന്നായി അല്ലാഹു എടുത്തു കൊടുക്കുകയാണ്.
അവന്റെ നന്മകളെല്ലാം തീർന്നു പോയാൽ ഈ വരുന്ന ആളുകൾ ഇനിയും ബാക്കിയാണ്, ഇനിയും ഒരുപാട് ആളുകൾക്ക് പ്രതികാരം എടുക്കാനുണ്ട്. പക്ഷേ ഇയാളുടെ നന്മകളെല്ലാം തീർന്നു പോയി. എങ്കിലും എന്താ ചെയ്യാ? ആ വരുന്ന ആളുകളിൽ കള്ളു കുടിച്ചവരുണ്ട്, ആ വരുന്ന ആളുകളിൽ വ്യഭിചാരികളുണ്ട്, ആ വരുന്ന ആളുകളിൽ പലിശ തിന്നവരുണ്ട്, ആ വരുന്ന ആളുകളിൽ കൊലപാതകികളുണ്ട്. അവരുടെ ഓരോ ദോഷങ്ങളും ഇയാളിലേക്ക് എടുത്തു കൊടുക്കുകയാണ്. എന്തേ പ്രശ്നമെന്നറിയോ? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ, ശുദ്ധമായ മനസ്സില്ലാതെ, പകയും വിദ്വേഷവും വൈരാഗ്യവും വെച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ചത് കാരണം ഇയാൾ ചെയ്ത സകലമായ നന്മകളും ഈ ആളുകൾക്ക് ഓരോന്നോരോന്ന് കൊടുത്തു. അത് തീർന്നപ്പോഴാണ് ആ വരുന്ന ആളുകളിൽ നിന്ന് കള്ളുകുടിയും വ്യഭിചാരങ്ങളും എല്ലാ തോന്നിവാസങ്ങളും എടുത്തു വെക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇയാളല്ലാതെ വേറെ ആരാണ് ദരിദ്രൻ? നാട്ടിൽ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ട്, എപ്പോഴും പള്ളിയിലാണ്, എപ്പോഴും തസ്ബീഹുമാല കയ്യിലുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇയാൾ നാവ് സൂക്ഷിക്കാത്തത് കാരണം, മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്തത് കാരണം ഇയാൾ നാളെ അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും ദയനീയമായ അവസ്ഥയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആർക്കൊക്കെയാണോ പ്രതികാരം കൊടുക്കേണ്ടത് അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇയാളുടെ ഏടുകളിൽ ഒരു നന്മ പോലുമില്ല. ഇയാളുടെ ഏടുകളിൽ നിറയെ തിന്മകളാണ്. പിന്നെ ഇയാളെ കൊണ്ടുപോയി അല്ലാഹു തിരിച്ചറിയുന്നത് നരകത്തിലേക്കാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇങ്ങനെ സംഭവിച്ചത്? മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ നന്മകളും കൊടുക്കുമ്പോ ഒരു നന്മ മാത്രം അല്ലാഹു കൊടുക്കൂല. ഒരു നന്മ മാത്രം ഏതാളുകൾ വന്ന് ചോദിച്ചാലും എനിക്ക് പ്രതികാരം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആര് വന്നാലും അല്ലാഹു കൊടുക്കാത്ത ചില നന്മകളുണ്ട്. അതാണ് നോമ്പ് നോറ്റ ആളുകളുടെ നോമ്പ് ഒരാൾക്കും പ്രതികാരം എടുക്കാൻ പറ്റില്ല, ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കും പകരം കൊടുക്കില്ല. എന്തേ? നോമ്പ് എനിക്കുള്ളതാണല്ലോ, ഞാനതിന്റെ പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ നോമ്പുകൾ, ഇവൻ അനുഷ്ഠിച്ച സുന്നത്ത് നോമ്പുകൾ, ഇവൻ അനുഷ്ഠിച്ച ഫർള് നോമ്പുകൾ എല്ലാം അല്ലാഹു എടുത്തു വെക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് മാത്രമല്ല പറയുന്നത്, റമളാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കണം. തിങ്കളാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ മറ്റുള്ള എല്ലാ സുന്നത്ത് നോമ്പുകളും അധികരിപ്പിക്കുന്ന ആളുകൾ അവരുടെ സുന്നത്ത് നോമ്പുകളോ അവരുടെ ഫർള് നോമ്പുകളോ അല്ലാഹു മറ്റൊരാൾക്ക് കൊടുക്കില്ല എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്തേ അതിന് കാരണം പറയുന്നത്? വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈർ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന എല്ലാ നന്മകളും തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന ഈ ഒരു തഫ്സീറിന്റെ, ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാണ്, നോമ്പ് നോറ്റ ആളുകളുടെ നോമ്പ് ഒരാൾക്ക് കൊടുക്കില്ല. ഓപ്പറേറ്റർ ഒക്കെ എടുക്കുക, ഇതൊന്ന് മാക്സിമം ഒന്ന് ഉഷാറാക്കി, മാക്സിമം തുറക്കി. പ്രോഗ്രാം സൈറ്റിൽ 2 കിണറുകളുണ്ട്, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഇടത് ഭാഗം, സ്ത്രീകളുടെ ഭാഗത്ത് 2 കിണറുകളുണ്ട്, കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും ചാടാതിരിക്കുക അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അല്ലാഹു ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നേരത്തെ ബോന്നിരായ വല്യാപ്പള്ളി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ സദസ്സിന് ഭീമമായ ഒരു ചെലവുണ്ട്. ആ ചെലവിലേക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാം നമ്മൾ കൊടുക്കും ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകമായ ഒരു കണക്കൊന്നും പറയാതെ നമ്മളാൽ മനസ്സറിഞ്ഞു കൊടുക്കുക, അതിനാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ നന്മകൾക്ക് അല്ലാഹു ലിമിറ്റില്ലാതെ, പരിധിയില്ലാതെ പ്രതിഫലം തരുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളാരും പറയാതെ, കണക്ക് ചോദിക്കാതെ പറയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മളാൽ ഏറ്റവും
ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും മനസ്സുള്ള, ഏറ്റവും താല്പര്യമുള്ള ഒരു നോട്ട് കെട്ടുകളോ എടുത്തുകൊണ്ട് ബക്കറ്റിലിട്ട് സഹായിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ തന്ന കവറുകൾ അതൊക്കെ വളരെ ഭംഗിയായി സംഘാടകരെ തിരിച്ചേൽപ്പിക്കുക. അള്ളാഹു സ്വതക്ക നൽകിയ ആളുകൾ എല്ലാവർക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അസുഖങ്ങളിൽ നിന്ന് എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ കോടതിയിൽ പാപ്പരൻ ആരാണ്? ഇവിടെ സ്വശരീരത്തെയും നാവിനെയും മറ്റൊരാൾക്ക് കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാക്കി ജീവിച്ച ആളുകൾ, അവരാണ് ഏറ്റവും വലിയ പാപരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസ് കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷ നൽകുന്ന ഹദീസാണ്. ഹബീബ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, കരയുകയും ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ഒരു ഹദീസിൽ ആദ്യം അള്ളാഹുവിന്റെ ഹബീബ് ചിരിക്കുന്നു, പിന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങൾ നിറഞ്ഞു പോവാണ്. ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നിറഞ്ഞു പോയി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റജുലാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. എന്റെ സമൂഹത്തിൽപ്പെട്ട രണ്ടുപേർ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. എന്റെ സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിലെ രണ്ടുപേർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, രണ്ടുപേരാണ് റബ്ബിന്റെ അടുത്തേക്ക് പോകുന്നത്, അതും ഇഴഞ്ഞുകൊണ്ട്, മുട്ടിലിഴഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അതിൽ ഒരാൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, ഈ കാണുന്ന ചെറുപ്പക്കാരനിൽ നിന്ന് എനിക്ക് പ്രതികാരമെടുക്കാനുണ്ട് റബ്ബേ, ഇയാളിൽ നിന്ന് എനിക്ക് പ്രതികാരമെടുക്കാനുണ്ട് റബ്ബേ, അതുകൊണ്ട് ആ ഒരു പ്രതികാരം എനിക്ക് എടുത്തു തരണേ. ദുനിയാവിൽ എന്നെ വിഷമിപ്പിച്ച ആളാണ് ഇയാൾ. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, രണ്ടാമത്തെ ചെറുപ്പക്കാരനോട് അല്ലാഹു പറയും, ഇന്ന ചെറുപ്പക്കാരനെ ദുനിയാവിൽ വെച്ച് നീ വിഷമിപ്പിച്ചത് കാരണം, ഇന്ന ചെറുപ്പക്കാരന്റെ ദുനിയാവിൽ നീ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് കാരണം അവന്റെ പ്രതികാരം, അവന് ആവശ്യപ്പെടുന്നത് നീ തിരിച്ചു കൊടുത്തേക്കണമെന്ന് ചെറുപ്പക്കാരനോട് പറയുമ്പോഴാണ് രണ്ടാമത്തെ ചെറുപ്പക്കാരൻ പറയുന്നത്, യാ റബ്ബി, അല്ലാഹുവേ, ഇന്നഹു ലം യബ്ഖ മിൻ ഹസനാതി ശൈഉൻ, എന്റെ നന്മകളിൽ ഒന്നുപോലും ബാക്കിയില്ല. കേൾക്കണം സഹോദരിമാർ, സഹോദരന്മാർ, നമ്മുടെ നന്മകളൊക്കെ എവിടെ പോയി? ഒരുപാട് നന്മകൾ ചെയ്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, ഇവിടെ നാവ് സൂക്ഷിക്കാത്ത ആളുകൾ, ഇവിടെ സ്വശരീരം സൂക്ഷിക്കാത്ത ആളുകൾ, മറ്റുള്ള ആളുകളെ ദ്രോഹിച്ചുകൊണ്ട്, വിഷമിപ്പിച്ചുകൊണ്ട്, മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ജീവിച്ചു പോയ ആളുകൾ, നിസ്കരിച്ചിട്ടുണ്ട്, നന്മകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രതികാരം വാങ്ങാൻ വേണ്ടി ആളുകൾ നീണ്ട നിരയായി നിൽക്കുമ്പോ അയാളുടെ നന്മകൾ തീർന്നു പോവുകയാണ്. അല്ലാഹു പറയുന്നു, കൊടുക്കടാ, ആ വന്ന ആൾക്ക് നീ പ്രതികാരം കൊടുക്ക്, നിന്റെ നിസ്കാരങ്ങൾ, നിന്റെ സക്കാത്തുകൾ, നിന്റെ ഹജ്ജുകൾ കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് അയാൾ പറയുന്നത്, യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നഹു ലം യബ്ഖ മിൻ ഹസനാതി ശൈഉൻ, എനിക്കൊരു നന്മ പോലും ബാക്കിയില്ല. എന്റെ നിസ്കാരങ്ങൾ കാണാനില്ല, എന്റെ നോമ്പുകൾ കാണാനില്ല, എന്റെ സക്കാത്തുകൾ കാണാനില്ല, എന്റെ സ്വതക്കകൾ കാണാനില്ല, ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുപോയി. എന്റെ ഇവിടെ നന്മകളൊക്കെ ചെയ്തു, എന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിലെത്തി പകരം കൊടുക്കാൻ നോക്കുമ്പോ അല്ലാഹുവേ, എന്റെ അടുത്തൊന്നും കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു എന്നാണ്. അപ്പോഴാണ് രണ്ടാമത്തെ പുരുഷൻ പറഞ്ഞത്, അയാളുടെ കയ്യിൽ നന്മ ഇല്ലെങ്കിൽ കുഴപ്പമില്ല റബ്ബേ. സൗണ്ട് ഉഷാറാക്കി, എന്റെ സൗണ്ട് ഇന്നലെ തന്നെ പോയി, ഇനിയിപ്പോ റമദാൻ കഴിയുന്നത് എത്തിക്കണം, അതുകൊണ്ട് സൗണ്ട് ഉഷാറാക്കി. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മോണിറ്റർ ഒന്ന് മാറ്റണം. ഇന്നലെ തന്നെ ഫുൾ ഏകദേശം, ഇനിയിപ്പോ 30 വരെ എത്തുമെന്ന് അറിയില്ല ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. അയാള് പറഞ്ഞു, റബ്ബേ, എന്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാനെന്ന് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു പോയത്. അപ്പോൾ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവേ, അയാളുടെ കയ്യിൽ ഒരു നന്മയില്ലെങ്കിൽ എനിക്ക് എന്റെ തിന്മകൾ എടുത്തുകൊണ്ട് അയാൾക്ക് കൊടുക്കണം.
എന്റെ ചിന്മകൾ, ഞാൻ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ഞാൻ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ അതെടുത്തുകൊണ്ട് അയാൾക്ക് കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചെറുപ്പക്കാരുടെ രംഗം വിവരിക്കുകയാണ്. ഇത് പറയുമ്പോഴേക്കും ഫഫാദത് ഐനാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയി. ഹബീബ് കരഞ്ഞു പോയി. ഫഫാദത് ഐനാ റസൂലില്ലാഹ്. അദ്ദേഹം രണ്ടാമത്തെ ചെറുപ്പക്കാരൻ ഒന്നാമത്തെ ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ബിനോട് പറയാണല്ലോ, എന്റെ ഒരു കണ്ണ് കുടിച്ചത്, ഞാനൊരു ഹറാമ് ചെയ്തത് അതെടുത്തുകൊണ്ട് ഇയാൾ വിട്ടുകൊടുക്കേ. ഇയാൾക്ക് നന്മയില്ലെങ്കിൽ, ഇയാളുടെ കയ്യിലൊരു നന്മയും ഇല്ലെങ്കിൽ എന്റെ തെറ്റെടുത്തുകൊണ്ട് അയാൾ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അത് വല്ലാത്ത ദിവസമാണ്, അത് വേദനാജനകമായ ദിവസമാണ്, അത് വളരെ പരിതാപകരമായ ദിവസമാണ്. ഖുദാ കേ റോബറോ ജിസ് ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാप बेटे का न बेटे बाप का होगा, न हमशीरा बरादर की न बीवी अपनी शौहर की, उसी दिन ऐसा होगा का भाई भाई से जुदा होगा. എന്താണ് ആ ദിവസത്തിന്റെ രംഗം? ഉപ്പാക്ക് ഉമ്മാനെ വേണ്ട, ഉമ്മാക്ക് മകനെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, കുടുംബക്കാരെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, എല്ലാവരും നഫ്സി നഫ്സി, എന്റെ ശരീരം തന്നെ കഷ്ടമാണെന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്ന ദിവസത്തിലാണ് അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നത്, അല്ലാഹുവേ എന്റെ തിന്മയെടുത്ത് അയാൾക്ക് കൊടുക്കുകയെന്ന്. അയാൾ ചെയ്യാത്ത തിന്മ ആഖിറത്തിൽ അനുഭവിക്കാൻ പോവാണ്. ഇത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പോയത്. എന്നിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇന്ന ദാലികൽ യൗമ ലയൗമുൻ അലീം, അത് ദയനീയമായ ദിവസമാണ്, അത് വളരെ പരിതാപകരമായ ദിവസമാണ്. യൗമ യഹ്താജു الناس فيه الى ان يحمل عنهم اوزارهم, ആളുകൾക്ക് നന്മ കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ അതെങ്കിലും ഒഴിവാക്കാമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ്. എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് മോചിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ്. നരകത്തിൽ പോവാതെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണല്ലോ എന്റെ തിന്മയെടുത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, സുമ്മ ഖാല അല്ലാഹു തആല ലിത്താലിബി ഹഖ്ഖിഹി, അവകാശം ചോദിക്കാൻ വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പ്രതികാരം എടുക്കാമെന്ന ചെറുപ്പക്കാരനോട് അല്ലാഹു പറയുകയാണ്, ചെറുപ്പക്കാരാ, നീ ഒന്ന് കണ്ണുയർത്ത്, നീ ഒന്ന് മുകളിലേക്ക് നോക്ക്, ആ കാണുന്നത് സ്വർഗമാണ്, അവിടെയുള്ള സ്വർഗത്തിലുള്ള സുഖങ്ങളൊന്നും നോക്കണേ. ആ ചെറുപ്പക്കാരൻ, എനിക്ക് അവകാശം വേണം, എനിക്ക് പ്രതികാരമെടുക്കണം, അല്ലെങ്കിൽ എന്റെ തിന്മയെടുത്തുകൊണ്ട് ഇന്നാലിന്റെ ചെറുപ്പക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. സ്വർഗത്തിന്റെ സുഖങ്ങൾ കണ്ടപ്പോഴാണ് സ്വർഗത്തിലുള്ള സുഖങ്ങൾ, സ്വർഗത്തിലുള്ള പാനീയങ്ങൾ, സ്വർഗത്തിലുള്ള അരുവികൾ, സ്വർഗത്തിലുള്ള കൊട്ടാരങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴാണ് അദ്ദേഹം ഉടനെ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, യാ റബ്ബ്, അല്ലാഹുവേ, ലിമൻ യാ റബ്ബ്, ഇത് ആർക്കുള്ളതാണ് റബ്ബേ? ഈ സ്വർഗത്തിലുള്ള സുഖങ്ങൾ ആർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണല്ലോ, ആർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് റബ്ബേ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലിമൻ അഅതാനി സമന, ആരാണ് എനിക്കതിന്റെ വില തരുന്നത്? ആരാണ് എനിക്കതിന്റെ വില തരുന്നത്? അതിന്റെ വില തരുന്ന ആളുകൾക്ക് ഞാൻ, നിങ്ങൾ ഷോപ്പിൽ പോയി കച്ചവടം നടത്തുമ്പോ എന്തെങ്കിലും പാന്റുകളോ ഷർട്ടുകളോ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങുമ്പോ വില കൊടുത്താൽ തരുന്നത് പോലെ ഈ സ്വർഗത്തിന്റെ കൊട്ടാരത്തിന്റെ വില ആരാണ് എനിക്ക് തരുന്നത്? അവർക്ക് ഞാൻ ഈ കൊട്ടാരങ്ങൾ നൽകാമെന്ന് അല്ലാഹു അയാളോട് പറയുകയാണ്. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, അല്ലാഹുവേ, ആർക്കാണ് ഇത് ലഭിക്കുക? എല്ലാവർക്കും ഇത് കിട്ടുമോ? വില തന്ന എല്ലാവർക്കും ഇത് ലഭിക്കുമോ? അല്ലാഹു പറഞ്ഞു, എല്ലാവർക്കും ലഭിക്കും. ആരാണ് വില തരുന്നത്? ആ വില തന്ന എല്ലാ ആളുകൾക്കും ഞാൻ ഈ സ്വർഗത്തിന്റെ സുഖങ്ങൾ നൽകാൻ പോവുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്,
അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവേ എന്താണ് നിന്റെ വില എന്ന് പറഞ്ഞു തരുമോ? എന്ത് വിലയാണ് തരേണ്ടത്? അതിന്റെ വില എന്താ? അതിന്റെ മൂല്യം എന്താ എന്ന് അല്ലാഹുവിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അല്ലാഹുവിനെ പറയുകയാണ്, ആരിൽ നിന്ന് പ്രതികാരം എടുക്കാനാണോ, ആരിൽ നിന്ന് അമലുകൾ എടുക്കാനാണോ, ആരിൽ നിന്ന് സൽപ്രവർത്തനങ്ങൾ ചോദിച്ചു വാങ്ങാനാണോ, പ്രതികാരം എടുക്കാനാണോ നീ വന്നത്? ആ ചെറുപ്പക്കാരന് നീ മാപ്പ് ചെയ്താൽ, ആ ചെറുപ്പക്കാരനോട് വിട്ടുവീഴ്ച ചെയ്താൽ, ആ ചെറുപ്പക്കാരന്റെ അമൽ എനിക്ക് വേണ്ട, ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ നീ തയ്യാറായാൽ അത് തന്നെയാണ് ഈ സ്വർഗത്തിന്റെ വില, അത് തന്നെയാണ് ഈ സ്വർഗത്തിന്റെ വില. അപ്പോഴാണ് അയാൾ പറയുന്നത്, അല്ലാഹുവേ നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, യാ റബ്ബി ഇന്നി തഗഫൽതു അൻഹു, ആ ചെറുപ്പക്കാരന് ഞാനിതാ മാപ്പ് നൽകി. എനിക്ക് അയാളുടെ പ്രതികാരം വേണ്ട, അയാളുടെ അമല് വേണ്ട, എന്റെ തിന്മ അയാൾക്ക് കൊടുക്കുകയും വേണ്ട, ഞാൻ അയാൾക്ക് മാപ്പ് നൽകിയിരിക്കുകയാണെന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു പറയുമ്പോ എന്നാൽ ആ ചെറുപ്പക്കാരന്റെ കൈപിടിക്ക്, ആ ചെറുപ്പക്കാരന്റെ കൈപിടിക്ക്, കൈകൾ കോർത്തുകൊണ്ട് ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് അയാളെ കൊണ്ടുപോയി അയാളും നീയും സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ നോക്കാനുണ്ട്, ഇവിടെ ചിന്തിക്കാനുണ്ട്. എന്റെ ഒന്നാമത്തെ ചെറുപ്പക്കാരൻ സ്വർഗത്തിലേക്ക് പോവാതെ അവിടെ തടഞ്ഞു വെക്കപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ, അല്ലെങ്കിൽ മറ്റൊരാളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ, അയാളുടെ നാവ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ സ്വർഗക്കാരനായ സഹോദരൻ ഇയാളുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിലേക്ക് പോവാതിരിക്കുകയാണ്. ഇയാളുടെ പൊരുത്തമില്ലെങ്കിൽ ഇയാൾ പോകേണ്ടത് നരകത്തിലേക്കാണ്. പൊരുത്തം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇയാൾ പൊരുത്തപ്പെട്ട കൊടുക്കലോടുകൂടി അയാളും പൊരുത്തപ്പെട്ട ആളും സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ആളുകൾ ഒന്നെല്ലാവരും എണീറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലുക. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പിച്ചില്ല അല്ലാഹു നമ്മുടെ സ്വലാത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 തിന്മ മായ്ച്ചെന്നാണ്. 3-4 സ്വലാത്ത് ചൊല്ലി നമ്മുടെ 40 തെറ്റുകൾ, 40 കുറ്റങ്ങൾ അല്ലാഹു ഡിലീറ്റ് ചെയ്തിരിക്കാൻ, മായ്ച്ചു കളഞ്ഞിരിക്കാൻ. അപ്പോ ഒരു 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ ആയിരക്കണക്കിന് തിന്മകൾ ദൈനംദിനം അയാളുടെ ഏടിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയും. അല്ലാഹു നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വളരെ സന്തോഷം നൽകുന്ന, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ്. പ്രത്യേകിച്ചിട്ട് സാമൂഹിക പ്രവർത്തകന്മാർ, മറ്റുള്ള ആളുകളെ സഹായിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, നടത്തുന്നവർ, അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ ഭവനങ്ങളും കാരുണ്യത്തിന്റെ വീടുകളും മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ആരൊക്കെയാണോ അധ്വാനിക്കുന്നത് അവർക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من نفس عن مؤمن كربة من نفس عن مؤمن كربة من كرب الدنيا, ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ ഒരു വിഷമത്തെ ഒരാൾ മാറ്റിക്കൊടുത്താൽ, കല്യാണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിലേക്ക് ചെന്നുകൊണ്ട് ഒരു 10,000 നൽകിയാൽ, സ്കൂളിലേക്ക് പഠിക്കാൻ പോകാൻ ഫീസ് കെട്ടാൻ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഫീസ് കെട്ടിക്കൊള്ളാം, നീ പഠിച്ചോളൂ എന്ന് പറയാൻ തയ്യാറാവുന്ന ആളുകൾ, വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായിക്കുന്നവർ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം വെച്ചു കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ സഹായിക്കുന്നവർ, ഇങ്ങനെ സഹായവുമായി നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചിട്ട് പ്രവാസികളാണ് ഇതിന് മുമ്പിലുള്ളത്.
എന്ത് ആവശ്യം വരുമ്പോഴും വിദേശത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാറുണ്ടല്ലോ. സ്വന്തം വീട്ടിൽ ഒരു പക്ഷേ കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭാര്യ എന്റെ സന്താനങ്ങൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഈ വരുന്ന ആളുകൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന ചരിത്രമാണ് നമ്മുടെ പ്രവാസികൾക്കുള്ളത്. അള്ളാഹു പ്രവാസികളുടെ ജീവിതത്തിൽ ഖൈർ ചെയ്യട്ടെ. അള്ളാഹു എല്ലാവരുടെയും ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾക്കൊക്കെ അറിയുന്ന പ്രവർത്തനമാണല്ലോ. ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പ് കാസർഗോഡ് ജില്ലാ KMCC-യുടെ ഒരു പരിപാടിക്ക് വേണ്ടി അബുദാബിയിൽ ചെന്നപ്പോഴാണ് അവിടെ KMCC പ്രവർത്തകർ എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ വർഷം 20 ഓട്ടോറിക്ഷകളാണ് നാട്ടിലുള്ള പാവങ്ങളായ ഉസ്താദുമാർക്ക് വേണ്ടി, അത് പത്രങ്ങളിൽ ഫോട്ടോ നൽകാതെ, പത്രങ്ങളിൽ വാർത്ത നൽകാതെ, നാട്ടിലുള്ള ജംഇയ്യത്തുൽ മുഅല്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട്, അതിലൊരാളെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ പൈസ തന്നോളാം, ആരാണ് തന്നത് എന്ന് പോലും അറിയിക്കാതെ, നാട്ടുകാരെ അറിയിക്കാതെ ഓരോ മുഅല്ലിമീങ്ങൾക്ക് ഓരോ ഓട്ടോറിക്ഷയുടെ തുക നൽകിക്കൊണ്ട് അവരെ സാമ്പത്തികമായി സഹായിക്കുകയാണ്. ആയിരങ്ങൾ കൊടുത്തിട്ട് എന്താ നേട്ടമുള്ളത്? എന്തെങ്കിലും ഉപകാരമുള്ള സ്വതക്കകളല്ലേ നമ്മൾ നൽകേണ്ടത്? ആരെങ്കിലും പള്ളിയിലേക്ക് പിരിവിന് വരുമ്പോ ഒരു 10 രൂപ അല്ലെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. 4 മക്കളാണ്, 4 പേരെയും കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതുണ്ട്, എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, എനിക്ക് അധ്വാനിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് പിരിവിന് വരുമ്പോ ഒരു 100 രൂപ 4 ആളുകൾക്ക് കൊടുത്തു. അവസാനം ഒരു 1000 രൂപയായി. ആ 1000 രൂപ കൊണ്ട് സാധു വീട്ടിലേക്ക് പോയി ഒരു പവൻ സ്വർണം വാങ്ങിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുമ്പോൾ, സഹായിക്കുമ്പോൾ അകമറിഞ്ഞൊന്ന് സഹായിക്കണ്ടേ? ഞാൻ പറയുന്നത് ഇത് യാചനയ്ക്ക് ഞാൻ സമ്മതം തരികയില്ല, യാചനയെ പ്രോത്സാഹിപ്പിക്കുകയില്ല. റമദാനാകുമ്പോൾ ചില ആളുകൾ യാചനയ്ക്ക് ഇറങ്ങുന്നത് കാണാറുണ്ട്. പർദ്ദ ധരിച്ചുകൊണ്ട്, പച്ചത്തട്ടം ധരിച്ചുകൊണ്ട്, തൊപ്പി ധരിച്ചുകൊണ്ട്, മുസ്ലിമാണോ എന്നറിയില്ല, നോമ്പ് നോക്കാറില്ല, ഫാത്തിഹ ഓതാനറിയില്ല. അങ്ങനെയുള്ള ചില ആളുകൾ റമദാൻ ഒന്നാകുമ്പോഴേക്കും വീട് വിട്ടിറങ്ങി ലോഡ്ജുകളിൽ താമസിച്ച് വീട് വീടാന്തരം കയറിക്കൊണ്ട് പിടികൊടുക്കുന്നത്, യാചിക്കുന്നത് ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. റമദാനാകുമ്പോൾ യാചനയുടെ മാസമാക്കി മാറ്റുന്ന ആളുകളുണ്ട്. നിങ്ങൾ തിന്നുന്നത്, നിങ്ങളുടെ വയറ്റിലേക്ക് കയറ്റുന്നത് തീ കട്ടകളാണെന്ന് മറക്കാൻ പാടില്ല. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് യാചിക്കാൻ ഒരാൾ വന്നാൽ ആറ്റി ഓടിക്കല്ല എന്ന് പറഞ്ഞത് യാചനയ്ക്കുള്ള പ്രോത്സാഹനമല്ല, നിങ്ങൾ യാചിക്കണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ സാമ്പത്തികമായി കഴിയാത്ത ആളുകൾ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങളോ കൊണ്ട് അധ്വാനിക്കാനോ ജോലിയെടുക്കാനോ കഴിയാതെ ആകെ വിഷമം വന്ന ആളുകളെ നമ്മൾ സഹായിക്കാം. അല്ലാതെ അധ്വാനിക്കാൻ കഴിയുന്നവർ വീട് വീടാന്തരം കയറി ഇങ്ങനെ യാചിക്കുന്നതിന് അർത്ഥമാണുള്ളത്. വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഒന്നുറങ്ങുമ്പോഴേക്കും ഒരു കോളിംഗ് ബെൽ, അവർക്ക് 10 രൂപ കൊടുത്തു, എന്നിട്ട് രണ്ടാമത് തല ചായ്ക്കുമ്പോ വീണ്ടും ഒരു കോളിംഗ് ബെൽ. ഇങ്ങനെ നിരന്തരമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ പരിശുദ്ധമായ റമദാനിനെ പരിഹസിക്കുന്ന രീതിയിൽ യാചകർ നമ്മുടെ നാട്ടിലിറങ്ങുമ്പോ നമ്മുടെ നാട്ടുകാരൊരു പദ്ധതി നമ്മുടെ മനസ്സിൽ ആവിഷ്കരിച്ചിരിക്കണം. ഈ വരുന്ന ആളുകൾ ഓരോ വ്യത്യസ്തമായ നാട്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ആർക്കാണ് കുഴപ്പം? ആ നാട്ടുകാർക്കാണ് കുഴപ്പമത്. എന്റെ നാട്ടിൽ നിന്ന്, ഈ നാദാപുരം എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള പാറക്കടവുണ്ട്, അങ്ങനെ തൊട്ടപ്പുറത്ത് കുമ്പങ്കോളുണ്ട്, അങ്ങനെ ഓരോ പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ബെഗ്ഗിങ്ങുമായിട്ട് ഒരാൾ പോകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിനെന്ത് വേണം? നാട്ടിലുള്ള പാവങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട്, നാട്ടിൽ സാമ്പത്തികമായ ശേഷിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു കൂട്ടായ്മയായി അവർക്ക് ജീവിക്കാനുള്ള അവസരം, അവർക്ക് മാസങ്ങളിൽ നിരന്തരമായി വരുന്ന ഒരു വരുമാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ മറ്റൊരു നാട്ടിലേക്ക് ബെഗ്ഗിങ്ങിന് പോകില്ല. ഈ നാദാപുരം എന്ന് പറയുന്ന അതേപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊരാൾ യാചനയ്ക്ക് പോകുന്നത് കുടുംബക്കാരന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഓരോ കുടുംബക്കാരും മനസ്സിൽ പ്രതിജ്ഞയെടുക്കണം, എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ജീവിക്കാൻ വകയില്ലാതെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടിട്ടോ വൈകല്യങ്ങളുള്ളവരോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബ സംഗമം വിളിച്ചുകൊണ്ട് അവർക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ലാതെ സഹായം എത്തിച്ചു കൊടുക്കാൻ കുടുംബക്കാർ തയ്യാറാവണം. ഇത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഔദാര്യമല്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. അവർ ഇങ്ങോട്ട് വന്നിട്ടല്ല വാങ്ങേണ്ടത്, നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം, അങ്ങോട്ട് പോയി തിരിച്ചറിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓരോ നാട്ടുകാർ, ഓരോ പ്രദേശത്തുകാർ, ഓരോ കുടുംബക്കാർ ഇങ്ങനെ ഒരു പദ്ധതി വെച്ചാൽ എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ യാചനയ്ക്ക് പോകാൻ പാടില്ല.
എന്റെ നാട്ടിൽ നിന്നൊരാൾ യാചനയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബെക്കർ, ഇങ്ങനെയുള്ള യാചകന്മാരുണ്ടാവൂല. ഞാൻ പറയട്ടെ, ഇതൊന്നും മുസ്ലിമീങ്ങളാണെന്ന് ഞാൻ പറയൂല. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയുടെ അടുത്തുള്ള കാർവാർ എന്നൊരു പ്രദേശത്ത് ഞാൻ റമദാനിന് ഇമാമത്ത് നിൽക്കാൻ പോയപ്പോഴാണ് അവിടെയുള്ള വളരെ പരിതാപകരമായ ഒരവസ്ഥ എനിക്ക് കണ്ടത്. എന്റെ ഒരു ബന്ധുവിന്റെ ഷോപ്പിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് പച്ചത്തട്ടവും തൊപ്പിയും താടിയും വെച്ച 4-5 കൂട്ടം ആളുകൾ ബെക്കിങ്ങിന് വന്നത്, യാചിക്കാൻ വന്നത്. എന്നിട്ട് ഞാൻ അങ്ങാടിയിലേക്ക് പോകുമ്പോ ഹോട്ടലിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പച്ചത്തട്ടമുണ്ട്, താടിയുണ്ട്, പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പിരിവ് വാങ്ങി യാചിച്ച് ഷോപ്പാന്തരം, റൂമാന്തരം, വീടാന്തരം കയറി യാചന നടത്തി 1000-ങ്ങളോ 500-ങ്ങളോ ദൈനംദിനം ഉണ്ടാക്കി ഹോട്ടലിൽ പോയി നട്ടുച്ചയ്ക്ക്, റമദാനിന്റെ നട്ടുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഇതൊന്നും മുസ്ലിമാണെന്നോ ദീനീബോധമുള്ളവരാണെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെ അധ്വാനിക്കാൻ കഴിയുന്ന ആരെങ്കിലും പിരിവിന് വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവർക്കൊരു 10 രൂപയോ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവരോട് പറയാം, നിനക്ക് അധ്വാനിക്കാനുള്ള കഴിവുണ്ടല്ലോ, ഒന്ന് പോയി ജോലി എടുത്തുകൂടെ എന്നൊരു ഉപദേശം കൂടി പറഞ്ഞു കൊടുക്കുക. അള്ളാഹു അവർക്ക് ബോധം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. യാചിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമം. ഇങ്ങനെ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കൊടുക്കുന്ന കൈകൾക്കാണ് സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നീട്ടാതെ ഇങ്ങനെ ആക്കാൻ എല്ലാവരും ശ്രമിക്കണം. കൈകൾ ഇങ്ങനെ മുകളിൽ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പട്ടിണി പാവങ്ങളോ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ നാട്ടുകാരന്റെ, ആ സഹോദരിയുടെ, ആ കുടുംബക്കാരന്റെ വിഷമം മാറ്റിക്കൊടുത്താൽ അന്ത്യനാളിൽ ഞാൻ നേരത്തെ പറഞ്ഞ രംഗമുണ്ടല്ലോ, പരിതാപകരമായ രംഗം, എല്ലാവരും ഒരു നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന രംഗം. എങ്ങനെയെങ്കിലും എന്റെ ഹറാമുകൾ മറ്റൊരാളിലേക്ക് ചാർത്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് എല്ലാവരും കൊതിച്ചു പോകുന്ന രംഗം. ആ ഒരു സമയത്ത് അന്ത്യനാളിൽ നിങ്ങളുടെ വിഷമം മാറ്റിത്തരുന്നത് പടച്ച റബ്ബാണ്. അല്ലാഹു നിങ്ങളെ സഹായിക്കാനുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റുള്ളവരെ സഹായിക്കാൻ തുനിയുന്നവർ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശരീരം പോലും മറന്ന് പ്രവർത്തിക്കുന്നവർ. എനിക്കറിയാം, കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാനൊരു വീടുദ്ഘാടനത്തിന് ചെന്നു. വീടുദ്ഘാടനം ആ നാട്ടുകാരുടെ അന്ത്യാഭിലാഷം എന്ന് തന്നെ പറയാം. ആ നാട്ടുകാരുടെ അന്ത്യാഭിലാഷമായിരുന്നു അത്. നാട്ടുകാരുടെ ഏറ്റവും പ്രതീക്ഷയർപ്പിച്ച ചിരകാല അഭിലാഷമായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ളത്. എല്ലാവരും നാട്ടിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് മനോഹരമായ 2 നിലയുള്ള വീടാണ് പെണ്ണിന് വെച്ച് കൊടുത്തത്. 3 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. 3 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. 4 മുറി, ഉമ്മാക്കൊരു മുറി, 3 പെൺകുട്ടികൾക്കൊരു മുറി. പ്രത്യേകിച്ചിട്ട് കണ്ണൂർ സിസ്റ്റം യഥാർത്ഥത്തിൽ എങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കല് കാസർഗോഡ് സ്റ്റേറ്റല്ലേ, കണ്ണൂർ ഭാഗത്ത് പെണ്ണുങ്ങൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട്, പുതിയ പിള്ളമാർ വരന്മാര് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് 3 പെൺകുട്ടികൾക്ക് 3 റൂം, 3 മുറികൾ. അതേപോലെ ഉമ്മയ്ക്ക് വേറൊരു മുറി. അങ്ങനെ 4 മുറി അടങ്ങുന്ന 2 നിലയുള്ള വീട്. നാട്ടുകാരായ ചെറുപ്പക്കാരും രക്ഷിതാക്കളും എല്ലാം ഒരുമിച്ച് കൂടി ഏകദേശം 30 ലക്ഷത്തോളം ചെലവഴിച്ചുകൊണ്ട് വീട് വെച്ച് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ അശ്രുകണക്കൽ പൊഴിയുന്ന ദിവസമായിരുന്നു അത്. അതവർ അഹങ്കാരത്തിന് ചെയ്തതല്ല. പക്ഷേ ഇന്ന് നടക്കുന്ന ചില റിലീഫ് പ്രവർത്തനങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി ഫോട്ടോ എടുത്തുകൊണ്ട് പത്രങ്ങളിൽ കൊടുക്കാറുണ്ടല്ലോ. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എത്രത്തോളം മോശമാണത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് ഫോട്ടോ എടുത്ത റിലീഫ് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്, റമദാനിന്റെ ഏതെങ്കിലും കിറ്റുകൾ നൽകുന്നത്, എന്നിട്ട് പിറ്റേ ദിവസം ഇയാളുടെ ഫോട്ടോ വരിക. എന്തായിരിക്കും ഇയാളുടെ മക്കൾക്കുള്ള ആ ഒരു മാനസിക വിഷമം? എന്റെ ഉപ്പ മറ്റൊരാളിൽ നിന്ന് സഹായം ചോദിക്കേണ്ട വ്യവസ്ഥ എന്റെ ഉപ്പയ്ക്ക് വന്നുവല്ലോ എന്ന് ഇയാളുടെ മക്കൾ പിന്നെ വായിക്കുമ്പോ അവർക്ക് വിഷമമല്ലേ സഹോദരങ്ങളെ അത്. അതുകൊണ്ട് റമദാനിന്റെ കിറ്റുകളോ റിലീഫ് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സമൂഹ വിവാഹങ്ങളോ ഒരിക്കലും പ്രോത്സാഹിക്കപ്പെടുന്നില്ല. അത് നിങ്ങൾ രഹസ്യമായി സഹായിക്കണം. നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ നമ്മൾ എല്ലാവരും
എല്ലാവരും കൂടി ഒരു സമൂഹ വിവാഹമല്ല നടത്തേണ്ടത്. എല്ലാവരും കൂടി ഒരു പിരിവ് നടത്തി രഹസ്യമായി 10 ലക്ഷം കൊണ്ടുപോയി അവർക്ക് കൊടുത്ത് അവർ തന്നെ കല്യാണം കഴിക്കുമ്പോ എന്തൊരു അന്തസ്സുണ്ടാകും അത്. അല്ലെങ്കിൽ സമൂഹ വിവാഹം നടത്തുമ്പോ ആ ഒരു വരനും ആ ഒരു വധുവിനും എത്ര വിഷമമുണ്ടാകും, മാനസിക വിഷമമുണ്ടാകും. നാട്ടുകാർ കാണാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ ഫൈമിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ സ്വതക്ക കൊടുത്തിട്ടൊരു കാര്യവുമില്ല. അല്ലാഹു അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ സമ്പത്തിന്റെ ഭീമമായ തുകകൾ സ്വതക്ക നൽകുന്ന ആളുകളാണ് പലരും. പക്ഷേ അവരുടെ താല്പര്യങ്ങൾ ആളുകൾക്ക് മുമ്പിൽ അറിയപ്പെടണമെന്നുള്ളതാണ്. സമ്പത്ത് പോയി എന്നല്ലാതെ അല്ലാഹുവിന്റെ അടുത്തവർക്ക് പ്രതിഫലമില്ല. അല്ലാഹു അവർക്ക് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൻ നഫസ അൻ മുഅ്മിനിൻ കുർബ, ഒരു മുഅ്മിനിന്റെ ഒരു വിഷമം ഒരാൾ മാറ്റി കൊടുത്താൽ നഫസല്ലാഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അയാളുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കും. ഒരു പക്ഷെ ഞാൻ പട്ടിണിയായിരിക്കും, എന്റെ മക്കളെ പട്ടിണിയായിരിക്കും, എന്റെ ഭാര്യ പട്ടിണിയായിരിക്കും, എനിക്ക് പോലും ആ കെട്ടിച്ചു കൊടുത്തതുപോലെയുള്ള വീട് ഈ സംഘാടകർക്കുണ്ടാവൂല. ഏതെങ്കിലും ചെറിയ ഓടിട്ട വീട്ടിനായിരിക്കും. എനിക്ക് വീടില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ സഹോദരൻ എന്റെ സഹോദരി കിടന്നുറങ്ങട്ടെ എന്ന ശുദ്ധമായ മനസ്സോടുകൂടി സഹായിക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹു തന്നെ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എവിടെയുള്ള വിഷമങ്ങൾ ദുനിയാവിലുള്ള വിഷമങ്ങളല്ല, ആഖിറത്തിലുള്ള വിഷമങ്ങൾ അല്ലാഹു നീക്കിത്തരും. അവിടെ പ്രശ്നമില്ല, അവിടെ പേടിക്കേണ്ടതില്ല, അവിടെ പേടിക്കേണ്ടതില്ല എന്നാണ്. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചവർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയമായി സംഘടനാപരമായി നാട്ടിൽ സാമൂഹിക നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കൊക്കെ വളരെ സന്തോഷം നൽകേണ്ട ഹദീസാണിത്. നിങ്ങളുടെ നിയ്യത്ത് നന്നാണോ, നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടോ, യാതൊരു പേടിയും വേണ്ട. അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ കബറിൽ പെടുത്തുമാറാവട്ടെ. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്താൽ, പ്രാരാബ്ദങ്ങളെ പ്രതിസന്ധികളെ നീക്കിക്കൊടുത്തു, എല്ലാം എളുപ്പമാക്കി കൊടുത്താൽ വീട്ടിലേക്ക് വഴിയില്ല. വീട്ടിലേക്ക് ഒരാൾക്ക് വഴിയില്ല, വണ്ടി വരാൻ വഴിയില്ല, പാവമാണ്. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരന് നീണ്ടു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് എങ്കിൽ ഒരു 2 സെന്റ് പോലും ആവശ്യമുണ്ട്. ഒരു വഴിക്ക് ഒരു കാർ പോകുന്ന ഒരു വഴി ഒന്ന് മനസ്സറിഞ്ഞു കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഇവിടെ അത്ര സ്ഥലം നഷ്ടപ്പെട്ടത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ്. നമ്മൾ ദുനിയാവിന് വേണ്ടി വന്നവരല്ലല്ലോ, നമ്മൾ ഒരു യാത്രക്കാരാണ്. നമ്മുടെ യാത്ര അവസാനിക്കുമ്പോ പിന്നെ നമ്മൾ പോകേണ്ടത് ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. ആ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസങ്ങളെ എളുപ്പമാക്കിയാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു പഞ്ചായത്തിലേക്ക് ഒരു സ്ത്രീ എന്തോ ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴുണ്ട് ഒരു നാട്ടുകാരൻ അവിടെ. അവൻ ആ ഓഫീസിൽ വല്ല ഹാൻഡുകളോ വല്ല അവിടെ എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഈ സ്ത്രീയെയോ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരനെയോ സഹായിച്ചാൽ അല്ലാഹുവിന്റെ സഹായം നമ്മൾക്ക് വരാനുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്ന ഓഫീസർമാരുടെയൊക്കെ മുഖഭാവം കാണാറില്ലേ? എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ പോകുമ്പോൾ പഠിച്ചവൻ ഇവരെന്നെ മുഖ്യമന്ത്രി പോലെയാണ്. പ്രധാനമന്ത്രിയെക്കാളും മഹംഭാവം ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്കാണ്. അപ്പോ ഇന്ന് വാ, നാളെ വാ, മറ്റന്നാൾ വാ, 1000 വട്ടം പോയാലും ശരിയാക്കി കൊടുക്കൂല. എന്തൊന്ന് ശരിയാക്കി കൊടുത്താൽ ഒന്നുമില്ല, ഒരു ഒപ്പിട്ട് കൊടുക്കാനേ ഉള്ളൂ. എന്നാലും ആളുകളെ കളിപ്പിക്കുക. ഇങ്ങനെ കളിപ്പിക്കുന്ന ആളുകളെ പടച്ചറപ്പ് ജീവിതത്തിൽ കളിപ്പിക്കാതെ വിടില്ല. ഉറപ്പാണ്. ലൈഫ് ഈസ് ആൻ എക്കോ എന്നാണ്. ജീവിതം എന്നാൽ ഒരു പ്രതിധ്വനിയാണ്. ഇങ്ങനെ കളിപ്പിക്കുന്ന ആളുകൾ നാളെ വാ, മറ്റന്നാൾ വാ, അല്ലെങ്കിൽ ആ പേപ്പർ വേണം, ഇത് വേണം, ഇതൊന്നും അനാവശ്യമായി ആളുകളെ വിഷമിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന ആളുകൾക്ക് പടച്ചറപ്പ് ദുനിയാവിലും വിഷമം നൽകും, ആഖിറത്തിലും വിഷമം നൽകുമെന്നത് മറക്കണ്ട. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നല്ലാതെ മറ്റൊരാൾക്ക് ദ്രോഹം നൽകരുത്. അല്ലാഹു ബോധം നൽകട്ടെ. യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ഒരാളുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും, ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ വല്ല അപകടങ്ങൾ അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ വഖിനാ ശർറ മാ ഖളൈത്, ഒരു ദുആ ഉണ്ടല്ലോ, വല്ലാത്ത ദുആ ആണത്.
എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് وبارك لنا فيما أعطيت وقنا شر ما قضيت وقنا شر ما قضيت. എല്ലാ ദുആയിലും ദുആ ചെയ്യാ, പടച്ച റബ്ബേ നീ എൻ്റെ ജീവിതത്തിൽ വല്ല ശർറായ വിധികളും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആ വിധിയിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അള്ളാഹു ഒരു പക്ഷേ ഇന്നാലെ 42ാമത്തെ വയസ്സിൽ ഇന്നാലെന്ന ചെറുപ്പക്കാരൻ ഒരു കാർ ആക്സിഡന്റിൽപ്പെട്ട് 2 കാലുകളും തളർന്നുകൊണ്ട് 62 വയസ്സ് വരെ അനങ്ങാനും നടക്കാനും കഴിയാതെ അയാൾ ജീവിക്കണമെന്ന് അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ടാകും. ഈ വിധിയെ നമ്മൾക്ക് തടുക്കാൻ പറ്റും, ഈ വിധിയെ നമ്മൾക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ? ഒന്ന് ദുആ ചെയ്യാം. അല്ലാഹുവേ വഖിനാ ശർറ മാ ഖദൈത്, എന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ശർറായ ഖദാ വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ മാറ്റി തരണേ എന്ന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാം. ഒരു ദുആ സ്വീകരിച്ചാൽ മതി, ആ ഒരു ശർറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. രണ്ടാമത്തേത് സ്വതക്ക നൽകുക, ജീവിതത്തിൽ സ്വതക്ക നൽകുക. ഇങ്ങനെ ചോദിച്ചിട്ടൊന്നും നൽകേണ്ടതല്ല പൊന്നു സഹോദരങ്ങളെ, ചോദിച്ചിട്ട് നൽകേണ്ടതല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് പൈസ ഉള്ള ആളാണ് കൊടുക്കാൻ മടിയന്മാർ. അതറിയാം, പൈസ ഉള്ള ആളാണ് കൊടുക്കാൻ മടിയന്മാർ. ചോദിച്ചിട്ടൊന്നും ഇത് കൊടുക്കാൻ നിൽക്കണ്ട. ചോദിക്കാതെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് നാലാളുടെ മുമ്പിൽ വെച്ചല്ലാതെ രഹസ്യമായി കൊണ്ടുപോയി എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തു നോക്ക്, ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാവില്ല. ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. എത്രയോ ആളുകൾ വേദനൊക്കെ പോകുമ്പോ നല്ല ദാനധർമ്മം ചെയ്യുന്ന ഉദാരമതികളായ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ കഥകൾ, അവരുടെ ജീവിതത്തിന്റെ ഓരോ നീക്കുപോക്കുകൾ വിവരിച്ചു തരാറുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ സ്വതക്ക കൊടുക്കുന്നത് കൊണ്ടാവണം എന്നെ അല്ലാഹു ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കൊടുക്കുമ്പോ അതിന്റെ പകരം 10 അല്ലാഹു എനിക്ക് വേറെ വഴിയിലൂടെ തരാറുണ്ട് എന്നൊക്കെ പേഴ്സണലായി സംസാരിക്കാറുണ്ട്. ഇതെങ്ങനെ തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബും പറഞ്ഞത്. നമ്മൾ മറ്റൊരാളുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്തു. നമ്മൾ സ്വതക്ക നൽകുമ്പോൾ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. സ്വതക്കകൾ നന്നായി നൽകുക. അങ്ങനെ ഒരു സ്വതക്ക നൽകുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കരുത്. പടച്ച റബ്ബേ നിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഞാൻ സ്വതക്ക കൊടുക്കുകയാണ്, അപകടങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്നൊരു നിയ്യത്തോട് കൂടി നമ്മൾ കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മളെ സഹായിച്ചാലും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു എളുപ്പമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വയസ്സായ ഒരാളെ കാണുമ്പോ എണീറ്റ് നിന്നുകൊണ്ട് കസേര കൊടുക്കാൻ തയ്യാറായാൽ, ഒരു വൃദ്ധനായ ഒരു സഹോദരനെ കാണുമ്പോ എണീറ്റ് നിന്നുകൊണ്ട് കസേര കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറായാൽ, ആ ചെറുപ്പക്കാരന്റെ വാർദ്ധക്യ സമയത്ത് ഈ ചെറുപ്പക്കാരനെ സഹായിക്കാൻ എത്രയോ ചെറുപ്പക്കാർ 10 മടങ്ങ് അല്ലാഹു നിയോഗിക്കും. അതെങ്ങനെയാണ് ജീവിതം എന്നാൽ ഒരു പ്രതിധ്വനിയാണ്. ഇന്ന് ചെയ്തത് നാളെ നമ്മൾ കണ്ടുമുട്ടാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മറ്റൊരാളെ സഹായിക്കാനായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട ആയുസ്സും നമ്മൾ ചെലവഴിക്കേണ്ടത്. ഒരു മുസ്ലിമിന്റെ വിഷമങ്ങൾ, മുസ്ലിമിന്റെ ന്യൂനതകൾ ഒരാൾ മറച്ചു വെച്ചാൽ, എന്തെങ്കിലും ഒരു കേസ് കാണുമ്പോഴേക്കും അതിനെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. ഈ അടുത്ത് വല്ലാതെ ഓടുന്നുണ്ട് ഏതോ ഒരു ബാങ്കിൽ എന്തോ ഒരു അനിഷ്ടകരമായ ഒരു വാർത്ത. എന്തിനാണ് അതിങ്ങനെ നമ്മൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്? അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്തോ ഒരു ദുർബല നിമിഷത്തിൽ വന്നുപോയ ആ ഒരു ദുർബോധനം കാരണം അയാൾ ഒരു തെറ്റ് ചെയ്തു, പോലീസുകാരിലൂടെ അയാൾ പിടിക്കപ്പെട്ടു. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ പാടി നടക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. പക്ഷേ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ സമൂഹത്തിന്റെ മധ്യത്തിൽ പരസ്യമായി വിളിച്ചു പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പരസ്യമായി നുണകൾ പറയാം, പരസ്യമായി തെറ്റ് ചെയ്യുക. ആളുകൾക്കൊക്കെ അറിയുന്ന നുണയാണെന്ന്, ആളുകൾക്കൊക്കെ അറിയാതെ പറയുന്നത് കളവാണെന്ന്, എന്നിട്ടും വീണ്ടും പരസ്യമായി നുണകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളെ സ്റ്റേജ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ പറയുന്നതിൽ കുഴപ്പമില്ല. 6 കൂട്ടം ആളുകളെ ഗീബത്ത് പറയാമെന്ന് മഹാനായ ഗസാലി ഇമാം തന്റെ ഇഹ്യാ ഉലൂമിൽ പറയുന്നുണ്ട്. അത് പഠിച്ചു നോക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോ അതിൽപ്പെട്ട ഒരാളാണ് ഈ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ. അവരെ പരസ്യമായി പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ചില ദുർബല നിമിഷങ്ങളിൽ പെട്ടുപോകുന്നു, അങ്ങനെ പിടിക്കപ്പെടുന്നു, അത് നമ്മൾ ആഘോഷമാക്കി മാറ്റരുത്. അയാളുടെ കുടുംബത്തിന് എത്ര വിഷമമുണ്ടാകും, അവരുടെ ഭാര്യയ്ക്ക് എത്ര വിഷമമുണ്ടാകും, മക്കൾക്ക് എത്ര വിഷമമുണ്ടാകും. നമ്മൾ ആഘോഷിക്കാൻ പാടില്ല. മറ്റൊരാളുടെ ന്യൂനതകൾ മറച്ചു വെക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്.
മൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ ഒരാൾ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഒരുപക്ഷേ ഭാവിയിൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ദുരനുഭവം വരാൻ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ചങ്ങാതിയുടെ, നിന്റെ കുടുംബക്കാരന്റെ രഹസ്യങ്ങൾ നീ മറച്ചു വെച്ചത് കാരണം അല്ലാഹു നിന്റെയും രഹസ്യങ്ങൾ മറച്ചു വെക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ വദഅ യദഹു അലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു, അവന് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൈവച്ചാൽ, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ, ഒരു പെണ്ണ് തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ, ഇന്നൊരു വാർത്ത കേട്ടോ, ഏതോ ഒരു പെണ്ണ് എവിടെയോ ഒളിച്ചോടി എന്നൊക്കെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിന്റെ ബോധം നൽകട്ടെ. ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്ന വാർത്തയാണ്. സഹോദരിമാരെ, ഞാൻ പറയട്ടെ, എന്തേ ഇത്രയും ബാലുകൾ കൊണ്ടൊന്നും മാറ്റം വരാത്തത്? എന്തേ നമ്മൾക്കൊരു ചേഞ്ച് വരാത്തത്? എത്രമാത്രം വാർത്തകളാണ് ഇങ്ങനെ കാണുന്നത്, എന്നിട്ടും ഒരു ബോധം വരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ അവസരം നൽകരുത്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപ്പയോടോ ഉമ്മയോടോ ആങ്ങളമാരോടോ ഒക്കെ പറഞ്ഞു തീർക്കണം. അല്ലാതെ കണ്ടവന്റെ കൂടെ കേട്ടവന്റെ കൂടെ കുളിച്ചോടുന്ന സമ്പ്രദായം പാടില്ല. സഹോദരിമാരെ, ഏതെങ്കിലും ഒരു ദുർബല നിമിഷം കൊണ്ട് നമ്മൾ എടുത്തു ചാടുമ്പോ പിന്നെ കാലാകാലം അനുഭവിക്കേണ്ടി വരുന്നത് കടുത്ത യാതനകളാണ്. നാളെ നിന്റെ മക്കൾ നിന്നോട് പറയും, ഉമ്മ നിങ്ങൾ ഒളിച്ചോടി കല്യാണം കഴിച്ചാണല്ലേ, എന്നെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളത്? എന്നിട്ട് നിനക്കൊരു 40 വയസ്സാകുമ്പോ നിന്റെ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടുമ്പോ നീ നഖം കടിക്കും, നീ തലച്ചൊറിയും. നിനക്ക് നിന്ന സ്ഥലത്ത് നിൽക്കാൻ പോലും പറ്റാതെ, ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പോലും ഉറപ്പിക്കാൻ കഴിയാതെ, ദൈനംദിനം നീ നിന്റെ ഉമ്മയുടെ, നിന്റെ ഭർത്താവിന്റെ, നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ എത്തിച്ചതിന്റെ പേരിൽ നിന്റെ മരണം വരെ ദാരുണമായ വിഷമം അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ദുർബല നിമിഷങ്ങളിൽ വരുന്ന താല്പര്യങ്ങളോ മനസ്സിന്റെ ആഗ്രഹങ്ങളിൽ വഴങ്ങിക്കൊണ്ട് എടുത്തു ചാടല്ല. ഒന്ന് ചിന്തിക്കണേ, ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന്, ഇതിന്റെ പരിണിത ഫലം എന്താണെന്ന്. ഇങ്ങനെ ഞാൻ എടുത്തു ചാടി 2-3 ദിവസം എനിക്ക് സുഖം ലഭിച്ചേക്കാം, പിന്നെ അതിനുശേഷം സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി എനിക്ക് നടക്കാൻ പറ്റുമോ? എന്റെ കുടുംബത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? പിന്നെ എനിക്ക് ഉപ്പയുണ്ടോ? പിന്നെ എനിക്ക് ഉമ്മയുണ്ടോ? ആങ്ങളമാരുണ്ടോ? എനിക്ക് അമ്മാവന്മാരുണ്ടോ? പിന്നെ ആ പോയവന്റെ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ എവിടെയെങ്കിലും ജീവിതാവസാനം വരെ ഒളിച്ചു ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ 2 മാസമാകുമ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ നിന്നെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് അവനവന്റെ നാട്ടിലേക്ക് തിരിച്ചു വരും. ഏതെങ്കിലും വേശ്യാലയങ്ങളിലോ ഏതെങ്കിലും മാഫികളുടെയോ കയ്യിൽ അഭയം പ്രാപിക്കേണ്ട ദാരുണമായ അവസ്ഥയിലേ വരാനിരിക്കുന്നത്. എന്തേ പറഞ്ഞിട്ടും ബോധം വരാത്തത്? ഒന്ന് സഹോദരിമാരെ, ആരുടെയെങ്കിലും മനസ്സിൽ പ്രേമത്തിന്റെയോ പ്രണയത്തിന്റെയോ എന്തെങ്കിലും പൂമുട്ടുകൾ പൊട്ടിവിടരുന്നുണ്ടെങ്കിൽ, അത് മുസ്ലിമാണെങ്കിലും ശരി, മാതാപിതാക്കളോട് ഷെയർ ചെയ്യാത്ത ഒരു ജീവിതം, മാതാപിതാക്കളോട് ഷെയർ ചെയ്യാത്തൊരു രഹസ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ അവന് ദുനിയാവിൽ വെച്ച് തന്നെ ആ ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കുന്നത് പോലെ ജീവിതത്തിൽ തന്നെ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏതായാലും വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ ഒരാൾ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹു അയാളുടെ ന്യൂനതകൾ ദുനിയാവിലും മറച്ചു വെക്കും, ഭൂമിയിലും മറച്ചു വെക്കും, ആകാശത്തിലും മറച്ചു വെക്കും. ഞാൻ പറഞ്ഞത്, അങ്ങനെ അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയോ ഷോൾഡറിൽ തൊട്ടുരുമ്മി സെൽഫി എടുക്കുകയോ, അല്ലെങ്കിൽ സ്കൂളിന്റെ വെക്കേഷനുകളിൽ അല്ലെങ്കിൽ സെന്റ് ഓഫിന്റെ സമയങ്ങളിൽ കൂട്ടമായിരുന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ, പരസ്പരം ഷോൾഡറുകൾ കൂട്ടിമുട്ടി അല്ലെങ്കിൽ ഷോൾഡറിൽ കൈവച്ച് അല്ലെങ്കിൽ പരസ്പരം തൊട്ടുരുമ്മി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഇവർ പോകുന്നത് എങ്ങനെയെന്നറിയോ? അവരുടെ കൈകൾ കഴുത്തിലേക്ക് ആമം വെച്ച് ഈ രീതിയിൽ ആമം വെച്ചുകൊണ്ട് മൻസബിലേക്ക് പോകുമ്പോഴാണ് കോടാനക്കോടി ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ വിചാരത്തിന്റെ കേസാണ്, ഇത് മറ്റു കേസിൽപ്പെട്ട ആളുകളാണെന്ന് കോടാനക്കോടി ആളുകൾ മഹ്ശറയിൽ നിങ്ങൾ തിരിച്ചറിയും. ഞാൻ പറയുന്നത്, ഇവിടെ മറ്റൊരാളുടെ രഹസ്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചാൽ, നമ്മൾ രഹസ്യമായി ചെയ്ത തിന്മകൾ അല്ലാഹു നാളെ സമൂഹ മധ്യത്തിൽ പരസ്യമാക്കൂല, അല്ലാഹു മറച്ചു വെക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ മറ്റൊരാൾ എത്ര കാലം സഹായിക്കുന്നുണ്ട്, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ട്,
അത്ര കാലം അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. കയ്യിൽ പൈസ ഒന്നുമില്ല, പക്ഷെ നല്ലൊരു സംഘാടകനാണ്. നാട്ടിലൊരു പാവപ്പെട്ട പെണ്ണുണ്ടാകുമ്പോ എല്ലാവരെയും വീടാന്തരം കയറിയിട്ട് വലിയൊരു തുക പിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇയാൾ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല, പക്ഷെ ഇയാൾ സഹായിച്ചു. ആരെ? പാവപ്പെട്ട ഒരു പെണ്ണിനെ. അങ്ങനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം ഇവനുണ്ടാകും. ഇവന്റെ മകളുടെ ഒരു കല്യാണം വരുമ്പോ ആരും അറിയാത്ത വഴിയിൽ അള്ളാഹുവിന്റെ സഹായം അവരുടെ വീട്ടിലേക്ക് എത്തും. അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ വളരെ സ്വഹീഹായ ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെയാണ്. അത് പിന്നെ മാറ്റമില്ല, അതിൽ ചേഞ്ച് ഇല്ല. ഹബീബ് പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഉറപ്പാണ്. അവർ വിശ്വാസക്കാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഹബീബിന്റെ വാക്കുകൾ പുലരില്ല. ഹബീബ് പറഞ്ഞത് നുണയാണ്, അത് നടക്കില്ല എന്നൊരു വിശ്വാസക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ എണീറ്റ് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു അടിമകളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. കല്യാണം കഴിയുമ്പോഴൊക്കെ പ്രത്യേകിച്ചൊരു ചെറുപ്പക്കാരൊക്കെ നോക്കുക, പെണ്ണിന് സാമ്പത്തിക ശേഷി ഉണ്ടോന്നാണ്. എന്താ അങ്ങനെ നോക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാരെ ചെലവ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ? മനസ്സിലായി? അങ്ങനെ ചിന്തിക്കുക. പെണ്ണിന്റെ വീട്ടുകാരെ ചെലവ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ? അതുകൊണ്ട് എങ്ങനെ കെട്ടുക? കുറച്ച് മക്കളുള്ള ഒരുപാട് സമ്പത്തുള്ള ആളെന്റെ അവരിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കാൻ, അല്ലെ, അവരിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടി. എന്നാൽ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ച് അവർക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചാലോ നിനക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. മരണം വരെ നിന്നെ സഹായിക്കാൻ പടച്ചറബ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ആവണം. മറ്റൊരാൾക്ക് നമ്മൾ സഹായം ചെയ്ത് കൊടുക്കും. ഇങ്ങോട്ട് ഭരിക്കലല്ല, അങ്ങോട്ട് കൊടുക്കലാണ്. നേരത്തെ പറഞ്ഞല്ലോ, താഴ്ന്ന കൈയല്ല നല്ലത്, മുകളിലുള്ള കൈയാണ്. നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ ചെലവഴിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില ആളുകൾക്ക് സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ പറ്റും, അവർ സമ്പത്ത് കൊടുക്കുക. ചില ആളുകൾക്ക് ശരീരം അധ്വാനിച്ച് സഹായിക്കാൻ പറ്റും, അവർ അധ്വാനിച്ച് സഹായിക്കുക. ചില ആളുകൾക്ക് ചില ഫോൺ കോൾ മതി, ഒന്നുമില്ല, ഫോൺ കോൾ മതി. നാട്ടിൽ നല്ല വോയിസ് ഉള്ള ആളുകളായിരിക്കും, പ്രമാണികളുമായി ബന്ധമുള്ള ആളുകളായിരിക്കും, നേതാക്കളുമായി പൊളിറ്റിക്കൽ ലീഡേഴ്സുമായി ബന്ധമുള്ള ആളുകളായിരിക്കും. ഒരു ഫോൺ കോൾ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് മദീന മക്കയിലേക്ക് ഒരു വിദേശി കടന്നു വരികയാണ്. അബൂജഹൽ അയാളിൽ നിന്ന് ഒരുപാട് തുക കടം വാങ്ങിയിട്ടുണ്ട്. അബൂജഹൽ അദ്ദേഹത്തിന് ഒരുപാട് തുകകൾ കടം കൊടുക്കാനുണ്ട്. ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. പിന്നെ തരാം എന്ന് പറഞ്ഞ് ഭിന്നിപ്പിക്കുകയാണ്. മക്കാ മുശ്രിക്കീങ്ങളോട് പറഞ്ഞപ്പോ അവരാരും അത് ചോദിച്ച് വാങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ചെന്നത് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനിതാ ഇന്നാലെന്ന സഹോദരൻ അംർ ഇബ്നു ഹിശാമിന് ഞാനൊരു തുക നൽകിയിട്ടുണ്ട്, എനിക്കത് തിരിച്ചു തരുന്നില്ല, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരാളെ വിളിച്ചില്ല, മറ്റൊരാളെ പറഞ്ഞയച്ചില്ല. ഡയറക്റ്റ് ഹബീബ് കുപ്പായപ്പെട്ടിറങ്ങി അബൂജഹലിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്താണ് നീ തുക കൊടുക്കാത്തത്? വേഗം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് തുകയുമായി വന്നു. ആ സഹോദരൻ അബൂജഹൽ കൊടുക്കുകയുണ്ടായി. കയ്യിൽ പൈസ വെച്ചിട്ട് കടം കൊടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കാതെ നീട്ടി ദൂർത്തടിക്കുന്ന ആളുകളൊക്കെയുണ്ട്. അത് അക്രമമാണ് എന്ന് മറക്കാൻ പാടില്ല. കൊടുക്കാൻ പൈസ ഉണ്ട്, ഒരു 10,000 രൂപ കടം വാങ്ങിയത് ആ കയ്യിൽ കൊടുക്കാൻ കയ്യിൽ ക്യാഷ് ഉണ്ട്, എന്നാലും കൊടുക്കൂല. ഫോൺ വിളിച്ചാൽ എടുക്കൂല, കണ്ടാൽ മറഞ്ഞു നടക്കും. 2-3 വട്ടം ചോദിച്ചാൽ പിന്നെ കൊട്ടേഷനാണ്, അല്ലെ? അങ്ങനെയൊക്കെ നാടിന്റെ കഥ. കടം ചോദിക്കുമ്പോ ആളുകൾ കൊടുക്കാൻ തന്നെ പോയിട്ടാണ്. എന്തേ? ഒരു 10,000 രൂപ കൊടുത്തതാണ്, പെരുന്നാളിന്റെ തലേന്ന് തരാന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ ഇൻസെന്റ് ചെയ്ത് 10,000 രൂപ തന്നിട്ട് ഇങ്ങനെ കാക്കണം, ഇങ്ങനെയൊക്കെ ഇൻസെന്റ് ചെയ്യണം, ഇതൊക്കെ ഒരു തുകയാണ്, എന്താണെന്നൊക്കെ പറഞ്ഞ് 4 ആളുടെ മുമ്പിൽ ഇൻസെന്റ് ചെയ്യണം. പാവം കൊടുത്ത ആൾ അവസാനം തോറ്റുപോയി, വാങ്ങിച്ച ആൾ വിജയിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ആളുകൾ സഹായിക്കാൻ പോലും മടിക്കുന്ന കാലമാണ്. ഏതായാലും നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പടച്ചറപ്പിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സഹായിക്കുക. അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാവട്ടെ. ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്ന പാവങ്ങളായ, പട്ടിണി പാവങ്ങളായ, ദാരിദ്ര്യരേഖയുടെ താഴെയോ മുകളിലോ ആവട്ടെ, ദരിദ്രനാരായണന്മാരായി ജീവിക്കുന്ന ആളുകളെ ആരെങ്കിലും ഭക്ഷണം നൽകിക്കൊണ്ട് സഹായിച്ചാൽ, ഒരു മുഅ്മിനിന് ഭക്ഷണം നൽകി സഹായിച്ചാൽ അല്ലാഹു നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ ഫലങ്ങൾ കൊണ്ടുവന്ന്, സ്വർഗത്തിന്റെ
ഫ്രൂട്ട്സുകൾ കൊണ്ടുവന്ന്, സ്വർഗത്തിന്റെ പഴങ്ങൾ കൊണ്ടുവന്ന് ഇയാൾക്ക് ഭക്ഷണം നൽകുന്ന ആള് മഹ്ശറയിലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹിക്കുന്ന സമയമല്ലേ അത്, വിശക്കുന്ന സമയമല്ലേ അത്, ആ സമയത്ത് എന്തെങ്കിലും ആപ്പിളുകളോ എന്തെങ്കിലും റുമാനുകളോ ഏതെങ്കിലും ഒരു പഴങ്ങൾ കഴിച്ച് ഒന്ന് സായുജ്യമടയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലോ കുടുംബങ്ങളിലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആളുകളുടെ സർവ്വ നടത്തിയിട്ട് അവരെ ഒന്ന് സഹായിച്ചേക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅയ്യുമാ മുഅ്മിനിൻ സഖാ മുഅ്മിനൻ അലാ ളമഇൻ, ദാഹമുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് വെള്ളം എത്തിച്ചു കൊടുത്താൽ, പ്രത്യേകിച്ചിട്ട് വെള്ളമില്ലാതെ 2 മാസക്കാലം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു. മഴ വരുന്നത് വരെ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. ആ സമയത്ത് വീട്ടിൽ വെള്ളമുള്ളവർ മറ്റുള്ള അയൽവാസികൾക്കോ കുടുംബക്കാർക്കോ ഞങ്ങൾ വെള്ളം തരാം, നിങ്ങൾ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സഹായം ചെയ്താൽ, മൻ സഖാ മുഅ്മിനൻ അലാ ളമഇൻ, ദാഹമുണ്ടാകുമ്പോ വീട്ടിലേക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടാകുമ്പോ വെള്ളം നൽകാൻ ആരെങ്കിലും തയ്യാറായാൽ സഖാഹുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു തആല അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ ഹൗലുൽ കൗസറിൽ നിന്ന് റഹീഖിൽ മഖ്തൂമിൽ നിന്ന് അവന് വേണ്ടോളം മതിയാവുന്ന മനോഹരമായ പാനീയം നൽകി സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധരിക്കാൻ വസ്ത്രമില്ല, പെരുന്നാളാണ് വരാനിരിക്കുന്നത്. ആ പരിശുദ്ധമായ പെരുന്നാളിന് എന്റെ മക്കൾക്ക് 4-5 പേരുണ്ട്. അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഏതോ 2000-3000 രൂപയ്ക്ക് ഞാൻ അധ്വാനിക്കുന്നു. ഒരു മകൾക്ക് വസ്ത്രം വാങ്ങിക്കുമ്പോൾ തന്നെ 2000 വേണമല്ലോ. പിന്നെ ഒരു മാസത്തെ ചെലവെങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്? പ്രത്യേകിച്ചിട്ട് ഞാൻ പറയട്ടെ, ഉസ്താദുമാരുടെ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോ കമ്മിറ്റി ഭാരവാഹികൾക്ക് വല്ലാത്ത വിഷമമാണ്. സ്വന്തം മകൻ ഗൾഫിൽ പോയി 50,000 രൂപയ്ക്ക് അധ്വാനിക്കുന്നുണ്ട്. എന്നാലും ഉസ്താദിന്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മോനെ 5000 രൂപയാണ് സാലറി, തികയുന്നില്ല, 5000 ദിർഹംസ് തികയുന്നില്ല, ദുആ ചെയ്യണം ബർക്കത്തിന് വേണ്ടി. 5000 ദിർഹംസ് ഇവിടെ എത്രയായി? ഏകദേശം 1 ലക്ഷത്തോളം രൂപയായി. തികയുന്നില്ലല്ലോ. ഈ പറയുന്ന ഉസ്താദിന് കൊടുക്കുന്നത് 5000 രൂപ, ദിർഹംസ് അല്ല 5000 രൂപ. എന്നിട്ട് കമ്മിറ്റി മീറ്റിംഗിൽ ചർച്ചയാണ് ഉസ്താദിന് ശമ്പളം കൊടുക്കണം. എന്തിനാണ് ഉസ്താദിന് ശമ്പളം? ഉസ്താദിന് ഇത്ര മതി, ഉസ്താദിന് 5000 ശമ്പളം മതി, എന്റെ മകൻ 50,000 കിട്ടിയിട്ടും തികയുന്നില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകേണ്ടത് ഉസ്താദുമാർക്കാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നമ്മുടെ സമൂഹം ഇന്ന് ദീന് പഠിക്കാൻ മടി കാണിച്ചു നിൽക്കുന്നത്? എന്തേ ആർക്കും ദീനോട് താല്പര്യമില്ലാത്തത്? ദീന് പഠിക്കാൻ താല്പര്യമില്ലാതെ ദീനി സ്ഥാപനങ്ങളിൽ പോവാതെ ഭൗതികതയുടെ പിന്നാലെ നമ്മുടെ മക്കൾ പോയാനുള്ള കാരണം എന്താ? എന്തേ അവരാലോചിക്കാണ്, ഉസ്താദായ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് മാക്സിമം പോയ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ, ഇതുകൊണ്ട് ഞാൻ എന്താക്കാനാ? ഞാൻ പഠിക്കുന്നില്ല ഉമ്മ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല ഉമ്മ, ഞാൻ പോവാൻ, ഞാൻ എവിടെയെങ്കിലും എഞ്ചിനീയർ ആവാൻ, ഞാൻ ഡോക്ടർ ആവാൻ, ഞാൻ മാഷാവാൻ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് പോവാൻ. ആരാണ് ഉത്തരവാദി? ആരാണ്? നാട്ടുകാരാണ്. അതിന്റെ ഉത്തരവാദി നാട്ടുകാരാണ്, കമ്മിറ്റി ഭാരവാഹികളാണ്. നമ്മുടെ മക്കളെ ദീന് പഠിക്കുന്നതിൽ നിന്ന് നിരുത്സാഹം അവന് ലഭിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉസ്താദിന്റെ ഗതിയോർത്തുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു മകളുടെ കല്യാണം വരുമ്പോ മറ്റൊരാൾ സഹായിക്കണം, സ്വന്തം വീട് കെട്ടുമ്പോ മറ്റൊരാൾ സഹായിക്കണം. എന്നാൽ ആ സമയത്തൊന്ന് സഹായിച്ച പിന്നെ കാലാകാലം പറഞ്ഞു നടക്കും, എന്താണ് ഞങ്ങളാണ് വീട് കെട്ടിച്ചു കൊടുത്തത്, ഞങ്ങളാണ് ഉസ്താദിന്റെ മക്കളുടെ കല്യാണം കഴിച്ചു കൊടുത്തത്. നിങ്ങൾ എന്നല്ല കഴിച്ചു കൊടുക്കേണ്ടത്. കാരണം എന്തേ? 10 വർഷക്കാലം ജോലി ചെയ്യുമ്പോ 5,000 രൂപ സാലറി കൊടുത്ത നിങ്ങളാണ് അദ്ദേഹത്തിന് മനോഹരമായ വീട് വെക്കാൻ നിങ്ങൾ അവസരം നൽകാത്തത് ആ നാട്ടുകാരാണ്. നിങ്ങൾ കുറ്റം പറയല്ലേ? നാദാപുരം വന്നിട്ട് നിങ്ങൾ കുറ്റം പറയാമെന്ന് കരുതണ്ട. ഞാൻ മൊത്തത്തിൽ പറയാം, നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ ഇതാണ്. എന്നിട്ട് കമ്മിറ്റിക്കാർ, എനിക്ക് കേട്ടത് കൊണ്ട് ഞാൻ പറയാം, ഞാൻ ഏതെങ്കിലും പള്ളിയിലൊക്കെ പോയി കമ്മിറ്റിക്കാരോട് ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അവർ പറയും, അതിനെന്താ കുഴപ്പം ഉസ്താദേ, ഞങ്ങളാണ് ഇയാളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത്, ഞങ്ങളാണ് ഇയാൾക്ക് വീട് കെട്ടിച്ചു കൊടുത്ത് ഞങ്ങളൊക്കെ പിരിവെടുത്തിട്ടാണ്. നിങ്ങൾ എന്നല്ലേ കൊടുക്കേണ്ടത്? പിന്നെ ആരാ കൊടുക്കുക? നിങ്ങൾ മര്യാദയ്ക്ക് സാലറി കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ പാവത്തിന് വീട് കെട്ടാൻ സാധിക്കാത്തത്. നാട്ടുകാരുടെ, നിങ്ങളുടെ കമ്മിറ്റിക്കാർ ഭാരവാഹികളുടെ പോക്കറ്റിൽ നിന്നല്ലല്ലോ ഇതെടുത്ത് കൊടുക്കുന്നത്. നാട്ടുകാരൊക്കെ 50,000 ലക്ഷങ്ങളും വരുമാനം ഉണ്ടാകുമ്പോ അതിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് 1,000 രൂപ എന്ന രീതിയിൽ അങ്ങനെങ്കിലും എടുത്തുകൊണ്ട് എന്നൊരു മാന്യമായ സാലറി കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇനി നമ്മുടെ പള്ളിയിലേക്കൊന്നും ഉസ്താദുമാരെ കിട്ടൂല, അത് ഉറപ്പാണ്. എത്രയോ കഴിവുള്ള ആളുകൾ, എത്രയോ കഴിവുള്ള കിതാബ് തിരിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ ഫീൽഡിലില്ലാതെ വിദേശത്തും നാട്ടിലൊക്കെ മറ്റുള്ള തൊഴിലുകൾ എടുക്കുന്നത് ഈ മേഖലയിൽ നിന്നാൽ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നു എന്ന ദാരുണമായ സംഭവം ഓർത്തിട്ടാണ്.
അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനിനോട് താല്പര്യം കുറഞ്ഞു വന്നതും ദീന് പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വന്നതുമൊക്കെ ഇങ്ങനെ ഒരു ദയനീയാവസ്ഥ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ ജില്ലകളിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലും എത്താൻ വേണ്ടിയാണ്. എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ഈ വിഷയത്തിൽ ബോധവാന്മാരാവണം. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഏതെങ്കിലും ഒരു മുഅ്മിനിന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ സഹായിച്ചാൽ, പെരുന്നാളിന് നിങ്ങൾക്കൊരു 4-5 മക്കളുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് എനിക്കറിയാം. എന്റെ വക നിങ്ങളുടെ മക്കൾക്കൊക്കെ ഞാൻ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം. അതിന് എത്ര ചെലവാകും? കുറെ ചെലവാകോ? ഒരു 4 മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ മാക്സിമം പോയി 4,500 രൂപയാവും. അത് മുതലാളിമാർക്ക് കൊടുക്കാൻ പറ്റൂലേ? അത് കൊടുക്കാൻ പറ്റൂല. എന്റെ പറ്റാത്തത് 10,000-ന്റെ സാരി വാങ്ങുന്ന ആളുകളുണ്ട്. 10,000-ന്റെ സാരി വാങ്ങുക, എന്നിട്ട് ഭാര്യ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പിന്നെ കുഴപ്പമില്ല, ഭാര്യ കൂട്ടി പോവാ, പിന്നെ 15,000-ന്റെ സാരി വാങ്ങുക. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്കത നമ്മൾക്കില്ലാത്ത കാലത്തോളം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂല. എത്ര മുതലാളിമാരാണെങ്കിലും അവർക്ക് സമാധാനം ഉണ്ടാവൂല. न दुनिया से न दौलत से न घर आबाद करने से तसल्ली दिल को मिलती है खुदा को याद करने से. എങ്ങനെയാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത്? ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ടോ രാഷ്ട്രീയ നേതാക്കന്മാരായതുകൊണ്ടോ സമാധാനം ലഭിക്കില്ല. സമ്പത്തുണ്ടായതുകൊണ്ട് ഒരുപാട് മനോഹരമായ ഹോട്ടലുകളും കോംപ്ലക്സുകളും കെട്ടിപ്പടുത്തുണ്ടാക്കി സമ്പത്ത് ഇങ്ങനെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് സമാധാനം ലഭിക്കില്ല. മനോഹരമായ വീടുകൾ, ഇന്റർലോക്ക് ചെയ്ത വീടുകൾ, മനോഹരമായ കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ച വീടുകൾ, അവിടെ കിടന്നുറങ്ങിയാലും നിനക്ക് ഉറക്കം വരില്ല. ഏതുവരെ മറ്റൊരാളെ സഹായിക്കാൻ നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു സന്മനസ്കത ഉണ്ടാവുന്ന കാലത്തോളം കൊട്ടാര സമാനമായ വീടെല്ലാം വെറുതെയാണ്. നിന്റെ മനസ്സിലേക്ക് സമാധാനം വരുന്നത് പടച്ച റബ്ബ് പറയുന്നത് പോലെ കേൾക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ കേൾക്കുമ്പോഴാണ്. വഅയ്യുമാ മുഅ്മിനിൻ കസാ മുഅ്മിനൻ, വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനാണ് തയ്യാറായാൽ അല്ലാഹു സ്വർഗത്തിന്റെ ഉടയാടകൾ കൊണ്ടുവന്ന നാളെ എല്ലാവരും നഗ്നരായിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോഴല്ലേ ആയിഷ ബീവി ചോദിച്ചത്, യാ റസൂലല്ലാഹ് യൻദുറു ബഅദുഹും മിനാ ബഅദ്, ഒരാൾ മറ്റൊരാളിലേക്ക് നോക്കൂലേ? ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം വിവസ്ത്രരായി വസ്ത്രമില്ലാതെ ഒരു ബൗണ്ടറിയോ ഒരു മറയോ ഇല്ലാതെ മനുഷ്യരാവൻസഭയിൽ ഇരിക്കുമ്പോ എല്ലാവരും പരസ്പരം നോക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആയിഷ ആ സമയം ആർക്കും അങ്ങോട്ടും നോക്കാനുള്ള മനസ്സുണ്ടാവൂല. താടിക്ക് തീ പിടിക്കുമ്പോ ഒരാൾ എന്ത് ചെയ്യും? ധാരണ കിട്ടുന്നില്ലല്ലോ. പണ്ടൊരാൾ താടിക്ക് തീ പിടിക്കുമ്പോ ഉപ്പ നിങ്ങൾ കിടത്തല്ലേ, ഞാനൊന്ന് സീസർ കത്തിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ താടിക്ക് തീ പിടിച്ച സമയമാണ്. കിടത്തല്ലേ ഞാനൊന്ന് സീസർ കത്തിച്ചോട്ടെ എന്ന് ചോദിച്ച മക്കളൊക്കെ ഉള്ള കാലമാണ്. ഏതായാലും അങ്ങനെ ഒരു സംഭവമാണ്. താടിക്ക് തീ പിടിച്ചതുപോലെ എല്ലാവരും വെപ്രാളത്തിലാണ്. ആ ഒരു സമയത്ത് പടച്ച റബ്ബ് വസ്ത്രം നൽകും. ആർക്ക്? ദുനിയാവിൽ മറ്റൊരാൾക്ക് വസ്ത്രം നൽകിയവർക്ക്, വസ്ത്രമില്ലാത്ത ആളുകളെ വസ്ത്രം നൽകി സഹായിച്ചവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ നൽകാനും സഹായിക്കാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, സഹായിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നാളെ ആഖിറത്തിൽ നൽകുന്ന സവിശേഷതകൾ. അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽപ്പെട്ടവരാൾ യുശ്രിഫു യൗമൽ ഖിയാമത്തി അലാ അഹ്ലിൻ നാർ, നരകവാസിയായ നരകക്കാരെ ഒന്ന് എത്തി നോക്കും. സ്വർഗത്തിൽ ഇങ്ങനെ ഘമയോടെ അന്തസ്സോടെ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള നരകത്തിലേക്കൊന്ന് എത്തി നോക്കുന്നത്. അപ്പോഴാണ് നരകത്തിൽ നിന്നൊരാൾ അയാളെ വിളിക്കുന്നത്. സ്വർഗക്കാരനായ ഒരു സഹോദരൻ നരകത്തിലേക്ക് എത്തി നോക്കുമ്പോ നരകക്കാരൻ വിളിക്കുകയാണ്, യാ ഫുലാൻ, യാ ഫുലാൻ, യാ ഫുലാൻ, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ പരിചയമുണ്ടോ? യാ അബൂബക്കർ, യാ സിദ്ദീഖ്, നിനക്ക് എന്നെ പരിചയമുണ്ടോ? യാ മുഹമ്മദ്, നരകത്തിൽ നിന്ന് വിളിക്കാൻ നിനക്ക് എന്നെ പരിചയമുണ്ടോ? ഹൽ തഅരിഫുനി, നീ അറിയോ, എന്നെ കണ്ടിട്ടുണ്ടോ? അയാൾ പറയുന്നില്ല. ഇല്ല. അങ്ങനല്ലേ? അല്ലെ, കൂടെ പഠിച്ച ആളുകളൊക്കെ
ഒരാൾ ഉഷാറായി, ഒരാൾ പാവം എന്തെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കാണ്, മറ്റൊരാൾ ഉന്നതമായ തസ്തികയിലെത്തി. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എന്നറിയാം, നീ ആരാ, എനിക്കറിയില്ലല്ലോ, അങ്ങനെ പറയൂല. അതേപോലെ സ്വർഗത്തിലെത്തിയപ്പോ നരകക്കാരൻ ചോദിക്കാൻ എന്നെ പരിചയമുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾ ആരാണ്? എനിക്കറിയില്ല. മൻ അൻത, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് പറയുന്നത് അനല്ലദീ മറർത ബി ഫീ ദാരിദ് ദുനിയാ, ദുനിയാവിൽ എന്റെ വീടിന്റെ വക്കിലൂടെ നിങ്ങൾ റമദാനിന്റെ പകലുകളിൽ വന്നിട്ടുണ്ടല്ലോ. അനല്ലദീ മറർത ബി ഫീ ദാരിദ് ദുനിയാ, സ്വർഗക്കാരനോട് നരകക്കാരൻ പറയുകയാണ്, റമദാനിന്റെ ഒരു പകലിൽ എന്റെ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ആ വീട്ടുകാരൻ നരകത്തിലാണ്, കോളിംഗ് ബെൽ അടിച്ചവൻ സ്വർഗത്തിലാണ്. അങ്ങനെ സങ്കല്പിച്ചു. ദുനിയാവിൽ ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്തുകൂടെ നടന്നു വന്ന ആളാണ്. അങ്ങനെ നീ പോകുമ്പോൾ എന്നോട് ചോദിച്ചു, കുടിക്കാൻ വെള്ളം തരുമോ, കുടിക്കാൻ വെള്ളം തരുമോ, അല്ലെങ്കിൽ വല്ലതും തരുമോ എന്ന് നീ എന്റെ വീടിന്റെ അടുത്തുകൂടെ വന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് നരകക്കാരൻ സ്വർഗക്കാരനോട് പറയും. അപ്പൊ ഞാൻ നിനക്ക് വെള്ളം തന്നിട്ടില്ലേ? നീ എന്നെ എന്ന് വന്നത് വല്ലതും തരണം, എന്റെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ഞാനൊരു 10,000 രൂപ എടുത്ത് തന്നിട്ടില്ലേ? 10 10,000 രൂപ എടുത്ത് തന്നിട്ടില്ലേ? 10 കൊടുക്കുന്ന ഇൻസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ വരാൻ എന്താ ചെയ്യല്ലേ? ഡെയിലി 100 ആൾ വന്നാൽ പിന്നെ 10,000 എടുത്ത് കൊടുത്താൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വരുന്ന ആ ഒരു സംഭവം നമ്മൾ നിരുത്സാഹപ്പെടുത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കുന്ന ഒരു സമ്പ്രദായം വന്ന മാഷാ അല്ലാഹ് നല്ലൊരു റാഹത്തുണ്ടാകും എല്ലാവരുടെ ജീവിതത്തിൽ. അപ്പോ ഇയാൾ പറയാണ്, നീ എന്റെ വീട്ടിലേക്ക് പിരിവിന് വന്നപ്പോ, നീ എന്റെ വീട്ടിലേക്ക് വെള്ളം ചോദിച്ചു വന്നപ്പോൾ ഞാൻ വെള്ളം നൽകിയിട്ടുണ്ട് എന്ന് നരകക്കാരൻ സ്വർഗക്കാരനോട് പറയുമ്പോ സ്വർഗക്കാരൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയാം, എനിക്ക് പരിചയമുണ്ട്, മനസ്സിലായി, ഇന്നാലിന്ന കൂട്ടുകാരനാണല്ലോ. അപ്പോഴാണ് ഞാൻ ഇന്ന് വെള്ളം തന്നില്ലേ, അതുകൊണ്ട് നിന്റെ റബ്ബിനോടൊന്ന് പോയി എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറയുമോ? ഞാനൊരു 10,000 രൂപ തന്നിട്ടില്ലേ? നിനക്ക് വീട് കെട്ടാൻ സഹായിച്ചിട്ടില്ലേ? നിന്റെ മക്കൾക്ക് യൂണിഫോം വാങ്ങിക്കാൻ സഹായിച്ചിട്ടില്ലേ? പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടില്ലേ? വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് എന്റെ കിണറിൽ നിന്ന് എന്റെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് എന്റെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വെള്ളം എത്തിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നീ സ്വർഗത്തിലാണല്ലോ, നീ പറഞ്ഞാൽ പടച്ചറപ്പ് കേൾക്കുമല്ലോ. നിന്റെ റബ്ബിന്റെ അടുത്ത് പോയി എന്നെ വന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറയണമെന്ന ഒരു റെക്കമെൻഡ് പറഞ്ഞേക്കുകയാണ് നരകക്കാരൻ. അപ്പോഴേക്കും ആ സഹോദരൻ കണ്ടത് മറന്നിട്ടില്ല, വന്നവന് മറന്നവനല്ല, സഹായിച്ചത് ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നു. പടച്ചറപ്പിനോട് ചോദിക്കുന്നു, അയാൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് പടച്ചറപ്പിനോട് പറയുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിനക്ക് വേണ്ടതുപോലെ ചെയ്തോ. അങ്ങനെ നരകത്തിൽ കിടക്കുന്ന ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ദുനിയാവിൽ ഭൂമിയിൽ വെച്ച് സഹായിച്ച ഒരാളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരസഹായം ഏറ്റവും നല്ല നന്മയാണ്, ഏറ്റവും വലിയ നന്മ പരസഹായമാണ്. ഒരു വ്യഭിചാരി പെണ്ണ് നായിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലല്ലേ സ്വർഗത്തിലെത്തിയത്? എന്നാൽ ഒരു ഇബാദത്ത് എടുക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു പെണ്ണ് നരകത്തിലേക്ക് പോകാനുള്ള കാരണം ഒരു പൂച്ചയ്ക്കുള്ള പരസഹായം നിഷേധിച്ചതിന്റെ പേരിലല്ലേ? നോക്കണം, നമ്മൾ അമലിനല്ല പ്രാധാന്യം, അമലിന്റെ കൂടെ പരസഹായം വേണം, മറ്റൊരാളെ സഹായിക്കണം. ഇവിടെ ഒരു അമലില്ലാത്ത ഒരു വേശ്യപ്പെണ്ണ്, ഒരു വ്യഭിചാരി പെണ്ണ്, ഒരു പാവപ്പെട്ട നിന്ദ്യനായ നീചമായ ഒരു നായിക്ക് വെള്ളം കൊടുത്തു. അവരുടെ നിയത്ത് എന്താണ്? ഈ നായിക്ക് വെള്ളം കൊടുത്തത് കാരണം പടച്ചറപ്പിനെ രക്ഷിച്ചാലോ എന്ന പ്രതീക്ഷയിൽ ആ വ്യഭിചാരി പെണ്ണ് നായിക്ക് വെള്ളം കൊടുത്തു. അതോടുകൂടി അവൾ സ്വർഗത്തിലേക്ക് പോയി. നല്ല നിസ്കരിക്കുന്ന പെണ്ണ്, സാരത്തമ്മുണ്ട്, തസ്ബീഹുമാലയുണ്ട്, സ്വതക കൊടുക്കാറുണ്ട്, സ്വതക ഇവിടെ ഒഴിവാക്കുക, പിന്നെ നോമ്പ് നോക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ആ ഒരു പൂച്ചയ്ക്ക് ഒരു ഭക്ഷണം നൽകാതെ പൂച്ച ചത്തുപോയതിന്റെ പേരിൽ നരകത്തിലേക്ക് പോകുമ്പോ ഈ 2 സംഭവം മതിയല്ലോ ഇതിന്റെ അകക്കാമ്പ് മനസ്സിലാവാൻ. അപ്പൊ ഏതാ ഏറ്റവും നല്ലത്? ഏതാ? അമൽ ചെയ്യുക, അതിന്റെ കൂടെ പരസഹായം. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക. അനാരക്കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മളാൽ കഴിയുന്നത് ഓരോ ആളുകൾ ചെയ്യുക. എല്ലാവർക്കും ഒരു വീട് സ്വന്തമായി കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല, സ്വന്തമായി സഹായിക്കാൻ പറ്റില്ല. നമ്മളാൽ കഴിയുന്നത് നമ്മൾ കൊടുത്ത് സഹായിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. മനോഹരമാണ് ഈ ആയത്ത് അല്ലേ? فأما من أعطى, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, പരസഹായം ചെയ്യുന്ന ആളുകൾ. പരസഹായം മീൻസ് സാമ്പത്തിക സഹായമുണ്ട്, ശാരീരിക സഹായമുണ്ട്, ഒരു വാക്കിനാലുള്ള അല്ലെങ്കിൽ മാനസികമായ സഹായമുണ്ട്. ഓരോ ആളുകൾ ഡിപെൻഡ് അപ്പോൺ യു. നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസും നിങ്ങളുടെ പദവി മനസ്സിലാക്കി നിങ്ങൾ സഹായിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ ഒരാൾ നൽകുകയും അല്ലാഹുവിനെ അംഗീകരിക്കുകയും സദഖ കൊടുക്കുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്താ? സ്വർഗത്തിൽ ആരും ഷോർട്ട് കട്ട് തന്നെ പോവല്ലേ? ഒരു വേദന വരുമ്പോ നമ്മള് മാപ്പ് വെച്ചുകൊണ്ട് മാപ്പ് നോക്കുകയാണ്. അതിൽ ഏറ്റവും ഷോർട്ട് കട്ട് ഏതാണ്, ഫാസ്റ്റസ്റ്റ് വേ ഏതാണ്, ട്രാഫിക് ഒഴിവാക്കി വരാൻ പറ്റുന്ന വഴി ഏതെന്നൊക്കെ നോക്കിയിട്ടല്ലേ വരിക. അതേപോലെ എല്ലാവരും പോക്കറ്റ് റോഡ് ഷോർട്ട് കട്ട് നോക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്താണ്? നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് നിങ്ങൾ മറ്റൊരാളെ സഹായിക്കലാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഇനി നരകത്തിലേക്കുള്ള ഷോർട്ട് കട്ട് കൂടി ഇവിടെ ഉണ്ട്. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى അല്ലാഹുവിനെ കളവാക്കുകയും അല്ലാഹു നൽകിയതിനെ മറ്റൊരാൾക്ക് നൽകാതെ പിശുക്കി വെച്ചാൽ ആർക്കും കൊടുക്കൂല. എനിക്കറിയാം അങ്ങനെ ചില ആളുകൾ കോടീശ്വരന്മാരാണ്, വലിയ മുതലാളിമാരാണ്, പക്ഷെ പിരിവിന് പോയ 5 പൈസ കൊടുക്കൂല. നമ്മുടെ ജമാഅക്കൊക്കെ ഒരു പെട്ടി വരുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ഉന്തുവണ്ടി വരില്ലേ ജുമാക്ക് വരുന്ന? നിങ്ങളുടെ നാട്ടിലില്ലേ? കുറച്ചില്ല ബക്കറ്റ് വരില്ല. ബക്കറ്റ് നമ്മുടെ നാട്ടിൽ ഒരു ഉന്തുവണ്ടി, ഡയറക്റ്റ് ഉണ്ടാവും ഉന്തുവണ്ടിയാണ്. അങ്ങനെ വരുമ്പോ 5 പൈസ പോല പള്ളിയിലൊക്കെ മുത്താലിങ്ങൾ ഉദ്ദിക്കൊക്കെ വന്നാൽ കാണാതെ പോലെ വേറൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകും. ആളുകൾക്കൊക്കെ അയാളെ കൊടുപ്പാണ്. എന്നാൽ അയാൾ ഈ ഒരു കോടീശ്വരനാണ്. എന്ത് നേട്ടം ഇതൊക്കെ കൊണ്ടുപോകും നാട്ടിലല്ലേ? ഇതൊക്കെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ അധ്വാനിക്കുന്നു, ഇങ്ങനെ ഉണ്ടാക്കുന്നു, വലിയ കോടീശ്വരൻ 5 പൈസ കൊടുക്കൂല. എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവോ? അല്ലാഹുവിനെ കളവാക്കുകയും അല്ലാഹു പറഞ്ഞതനുസരിക്കാതെ അല്ലാഹു നൽകിയതിൽ പിശുക്ക് കാണിക്കുകയും ചെയ്താൽ നരകത്തിലേക്കുള്ള ഷോർട്ട് കട്ടാണ് അവന് ലഭിച്ചത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഇതിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മാ മിൻ യൗമിൻ തനഅത് ഫീഹി ശംസുഹു, സൂര്യൻ ഉദിക്കുന്ന എല്ലാ പകലിലും എല്ലാ ദിവസത്തിലും ഇല്ലാ വബിജംബതൈഹാ മലകാനി യുനാദിയാൻ, 2 മലക്കിനെ അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ദിവസം, സൂര്യൻ ഉദിക്കാത്ത ദിവസം ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാ ദിവസവും ദൈനംദിനം 2 മലക്കുകൾ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി പ്രാർത്ഥിക്കലാണ്, ദുആ ചെയ്യലാണ് അവരുടെ ഡ്യൂട്ടി. അവരിങ്ങനെ ദുആ ചെയ്യുന്നേ. ഇതന്നെ ദുആന് വേറൊരു പണിയില്ല. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനൊന്നും ഇല്ലല്ലോ, ദുആ ചെയ്യുന്നു. എന്താണ് ദുആ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മലക്കാൻ യുനാദിയാനി വിളിക്കുന്നു, യസ്മഉഹുമാ ഖൽഖുല്ലാഹി കുല്ലുഹും ഇല്ലാ തഖലൈൻ, ജിന്നും മിൻസും മനുഷ്യവർഗവും ജിന്നുകളുമല്ലാത്ത സകലമായ ചരാചരങ്ങളും ഈ മലക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? അല്ലാഹുമ്മ അഅതി മൂഫിഖൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ, ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ. ചെലവഴിക്കുന്ന ആളെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ആൾ വിചാരിക്കും അത് മുതലാളിമാർക്ക് മാത്രമുള്ളതാണ്. അല്ല, നിനക്കൊരു കാരക്കയുടെ കഷ്ണം കൊടുത്താണ് സഹായിക്കാൻ പറ്റുന്നതെങ്കിൽ നീ സഹായിച്ചോ. നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരു കാരക്കയുടെ കഷ്ണം മതി. നിന്റെ ഇഖ്ലാസ് നോക്കിയിട്ട് ഒരാൾ വലിയൊരു 10,000 രൂപ കൊടുത്തു, നീ ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മറ്റാൾ 10 കൊടുത്തത് എന്തിനാ? എന്നെ 4 ആൾ അറിയട്ടെ, അടുത്ത ഇലക്ഷനിൽ എനിക്ക് എന്റെ സ്ഥാനാർത്ഥി ആവണം, എനിക്ക് പള്ളി പ്രസിഡന്റ് ആവണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ പോയി. പിന്നെ ഇയാൾ കാരക്ക കൊടുത്ത് ഇയാളുടെ കാരക്കയാണ് ഉപകാരം ഉണ്ടാവുന്നത്.
اللهم آت موفقا خلفا അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം കൊടുക്കണമേ 10,000 കൊടുത്താൽ 1,00,000 നീ തിരിച്ചു കൊടുക്കണമേ അത് കിട്ടും യാതൊരു സംശയവുമില്ല കൊടുത്തു നോക്ക് സഹോദരങ്ങളെ കൊടുത്തു നോക്ക് അല്ലാഹു വേറൊരു വഴിയിലൂടെ തരുന്നില്ലേ എന്ന് പരീക്ഷിച്ചു നോക്ക് ഇത് പറഞ്ഞത് ഞാനല്ല ഇത് പറയുന്നത് ഉസ്താദുമാരുടെ വകയല്ല ഇത് ലോകത്തിന് വരെ നുണ പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ആതി മൂഫികൻ ഖലഫാ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ അല്ലാഹുവേ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാരുണ്ടല്ലോ അവർക്ക് നീ അവരുടെ സമ്പത്തിൽ നാശം നൽകണമേ അവർക്ക് ആക്സിഡന്റുകൾ സംഭവിച്ചേക്കാം അവർക്ക് ക്യാൻസറുകൾ വന്നേക്കാം അവർക്ക് മാറാരോഗങ്ങൾ വന്നേക്കാം അവരുടെ ജീവിതത്തിൽ അപകടങ്ങൾ വന്നേക്കാം അവരുടെ ബിസിനസ്സുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായേക്കാം ആരുടെ ദുആണ് ഇതെല്ലാ ദിവസവും മലക്കിന്റെ ദുആണ് അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ അല്ലാഹുവേ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാർക്ക് നീ എന്ത് ചെയ്യണം അവരുടെ സമ്പത്ത് നശിപ്പിച്ച് കളയണേ എന്നുള്ളൊരു ദുആ ഇത് നടക്കുന്ന ഉറപ്പല്ലേ അല്ലേ നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആരെ നമ്മൾ കാത്തിരിക്കുന്നു പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പകരം തരുമെന്ന് പറഞ്ഞാൽ പകരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് കൊടുക്കാത്തവർക്ക് നാശമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾക്ക് എന്നിട്ട് നമ്മൾ പഠിക്കില്ല അതാണ് പ്രശ്നം എത്രയൊക്കെ പറഞ്ഞാലും എത്ര വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല പൈസയുടെ കാര്യം പറയുമ്പോഴേക്കും യാ അല്ലാഹ് അത് മാത്രം പറയില്ല ഉസ്താദേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിച്ചോളാം നിങ്ങൾ നോമ്പൊക്കാൻ പറഞ്ഞാൽ ചെയ്യുന്നല്ല പൈസ കൊടുക്കാൻ പറയില്ലേ അങ്ങനെ പറയുന്ന ആളുകൾക്ക് എല്ലാവരല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുമ്മങ്കോട് വന്നപ്പോ അതേപോലെ പാർക്കടോ നിങ്ങളുടെ പ്രദേശങ്ങളൊക്കെ ഉദാരമായി സഹായിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുമ്മങ്കോട് ആദ്യം വന്ന കുമ്മങ്കോടാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ വന്നപ്പോ 1,00,000 2,00,000 ഒക്കെ ഏറ്റെടുത്ത ആളുകളുണ്ട് എനിക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പൊതുവെ പിരിവിന്റെ ABCD അറിയാത്ത ആളാണ് ഞാൻ എന്നിട്ട് ഞാൻ പറയുമ്പോഴേക്കും ലക്ഷങ്ങളൊക്കെ ഏറ്റെടുത്ത ആളുകളുണ്ട് അതേപോലെ പാറക്കടവും അതേപോലെ തന്നെ നല്ല തുകകൾ അവിടെ ആളുകൾ അറിഞ്ഞു തരാണ് ഇത് കുറെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കഥ പറഞ്ഞ് നിങ്ങളെ കരയിപ്പിച്ച് നിങ്ങളുടെ പോക്കറ്റ് അങ്ങനെ പോക്കറ്റ് അടിക്കുക അല്ലെ നിങ്ങളെ പോക്കറ്റ് തന്നെ കീറിയിട്ട് തരുന്ന അതല്ല അപ്പോ എന്താവും അതൊക്കെ ഒരു എക്സ്പ്രഷനിൽ തരാൻ ആ ഒരു ഫീലിംഗിൽ തരാൻ പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കാൻ പ്രതീക്ഷയോടെ കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പൊ ഏതായാലും ഒരു വിഷയം ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ് പരസഹായം എന്നൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അടുത്തൊരു വിഷയം അഫ്വാണ് അതൊരു 15 മിനിറ്റ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ സത്യം ഞാൻ ഇനി കുറച്ച് സമയം ചെലവഴിക്കുന്നു ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പൊ ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ മാപ്പ് നൽകണം അഫ്വ് ചെയ്യണം ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്നൊരു വിഷയമാണ് ഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറാ അല്ലാഹു മാപ്പ് നൽകുന്നവനാണ് അല്ലാഹു ഗഫൂറാണ് അല്ലാഹു പൊറുത്തു തരുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇടയ്ക്കിടെ നമ്മളോട് ഉണർത്തുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അൽ ഗുഫ്റാനു വൽ അഫ്വു രണ്ടും വ്യത്യസ്തമാണ് അൽ ഗുഫ്റാൻ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കപ്പെടുക അഫ്വ് എന്ന് പറഞ്ഞാൽ പാപം മായ്ക്കപ്പെടുക രണ്ടും വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ പാപമോചനം മാത്രമല്ല ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് അഫ്വ് ചോദിക്കണമെന്നാണ് അവസാനത്തെ പത്താകുമ്പോ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് തവണ ആവർത്തിച്ച ദുആആണത് അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫ്വുൻ നീ മാപ്പ് നൽകുന്നവനാണ് അല്ലാഹ് തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകാൻ നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ അതുകൊണ്ട് ഫഅഫു അന്നി എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് ഇത് എങ്ങനെ ചൊല്ലാൻ അറിയോ ചില അല്ലാഹുവിനെ ഗഫൂർ അഫ്വ നാളുകളൊക്കെ ഉണ്ടല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനെ ഗഫൂർ എന്താ ഫഫ് ഇങ്ങനെ കാക്കുന്നാലുണ്ട് റിസ്ക്കുള്ള കാര്യമില്ല അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ അതിന്റെ അർത്ഥം അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ നിനക്ക് മാപ്പിനെ വല്ലാതെ ഇഷ്ടമാണ് അഫ്വിനെ ഇഷ്ടമാണ് അതുകൊണ്ട് ഫഅഫു അന്നി എനിക്ക് നീ മാപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ അല്ലാഹുമ്മ ഒന്നല്ല ഒക്കെ ചൊല്ലി 3 തവണ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫ്വുൻ നീ മാപ്പ് നൽകുന്നവനാണ്
തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ആ ഒരു മാപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്, വിട്ടുവീഴ്ച. അൽ ഗുഫ്റാനു, ഒരാൾ അല്ലാഹുവിനോട് പാപം പൊറുക്കണേ എന്ന് ചോദിച്ചാൽ അത് അല്ലാഹു അവന്റെ പാപത്തെ മറച്ചു വെക്കുമെന്ന് മാത്രമാണ്. യുശ്ഇറു ബിസ്സിത്ർ, അവന്റെ പാപങ്ങളെ മറച്ചു വെക്കുമെന്നാണ്. എന്നാൽ ഒരാൾ അഫ്വ് ചോദിക്കാൻ, അല്ലാഹു എനിക്ക് മാപ്പ് തരണം എന്ന് ചോദിച്ചാൽ യുശ്ഇറു ബിൽ മഹ്വ്, അത് മായ്ച്ചു കളയും, പാപം തന്നെ മായ്ച്ചു കളയും, മലക്കുകൾക്ക് പോലും പിന്നെ അത് അറിയില്ല. നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മളൊരു ഭീമാകാരമായ സന്തോഷങ്ങൾ ചെയ്തു, പടച്ച റബ്ബിനോട് മനമൊരുങ്ങി കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, പടച്ചവനെ നീ എനിക്ക് അഫ്വ് തരണം, എനിക്ക് മാപ്പ് തരണം എന്ന് ദുആ ചെയ്താൽ അതങ്ങോട്ട് മായ്ച്ചു കളയും. പിന്നെ എഴുതിയ മലക്കിൽ പോലും അത് കാണൂല എന്നാണ്, പിന്നെ അവർക്ക് അറിയൂല എന്നാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പ് ചെയ്തു തരട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പ് നൽകുമാറാവട്ടെ. ഏതായാലും ഇന്നല്ലാഹ കാന അഫ്വൻ ഗഫൂറാ, അല്ലാഹു മാപ്പ് നൽകുന്നവനും അല്ലാഹു പുറത്തു തരുന്നവനുമാണ്. അല്ലാഹു അതുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ. പക്ഷേ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മാപ്പ് നമ്മൾക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ മാപ്പ് നമ്മൾക്ക് ലഭിക്കുന്നത്? അല്ലാഹുവിന്റെ മാപ്പ് വേണോ? ഇദാ അറത്തും റഹ്മതി, എന്റെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർഹമു ഖൽഖി, എന്റെ സൃഷ്ടികളോട് നിങ്ങൾ കാരുണ്യം ചെയ്യണം. എന്റെ മാപ്പ് നിങ്ങൾക്ക് വേണമല്ലേ? എന്റെ അടിമകളോട് കാരുണ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല, അത് ഇമ്പോസിബിൾ ആണ്, അത് അസാധ്യമാണ്. നിങ്ങൾക്ക് മാപ്പ് വേണോ? നിങ്ങൾ അടിമകൾക്ക് മാപ്പ് നൽകണം, നിങ്ങളുടെ കുടുംബക്കാർക്ക് മാപ്പ് ചെയ്യണം. ഒരു കല്യാണത്തിന് പോയി എന്തോ ഒന്ന് പറഞ്ഞു പോയതാണ്, അതിന്റെ പേരിൽ കാലാകാലം പിണക്കം. എത്ര പിണക്കങ്ങളുണ്ട് അങ്ങനെ. അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്ന് വിളിക്കാൻ മറന്നുപോയതാണ്, അല്ലെങ്കിൽ വിളിച്ചിട്ട് പോവാൻ മറന്നുപോയതാണ്. ഇതിന്റെ പേരിലൊക്കെ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആങ്ങളമാർ, പെങ്ങന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബക്കാർ, മുത്താപ്പമാർ, എത്ര ആളുകളുണ്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ. എന്തിനാണത്? ഒന്ന് വിട്ടുവീഴ്ച ചെയ്യ്, ഒന്ന് മാപ്പ് ചെയ്യ്, കുഴപ്പമില്ല, അത് വിട്ടേക്ക്, കല്ലി വല്ലിന്ന് പറഞ്ഞ് വിട്ടേക്ക്. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുത്താൽ അല്ലാഹു നാളെ നിങ്ങൾക്ക് വിട്ടുതരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുകയാണ്. ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم إلى أجل مسمى. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് പോലെ, അടിമകൾ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യാനിരുന്നാൽ നിങ്ങൾ പരസ്പരം മാപ്പ് നൽകുന്നില്ലല്ലോ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെപ്പോലെ അതേ ഒരു സ്വഭാവം ഞാനും കൂടി പിന്തുടർന്നാൽ ലോകത്തൊരു കുട്ടി പോലും ബാക്കിയുണ്ടാവൂല, ലോകത്തൊരു മൃഗം പോലും ബാക്കിയുണ്ടാവൂല. ഒരാൾ ചെയ്ത തെറ്റ് കാരണം ഞാൻ എല്ലാവരെയും കൊന്നുകളയും, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തേ? ഞാൻ അഫ്വാൻ, ഞാൻ ഗഫൂറാൻ, ഞാൻ മാപ്പ് നൽകുന്നവനാണ്. ബഹുമാന്യരായ നമ്മുടെ ചിലക്കാട് ഉസ്താദ് അവர்கள் ഇങ്ങോട്ട് കടന്നു വരികയാണ്. ആരും തിരക്കമാക്കരുത്, ദയവ് ചെയ്തിട്ട് ഉസ്താദ് ഇങ്ങോട്ട് വരട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഒക്കെ തണലിലായി നമ്മൾക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ. എനിക്ക് ഏത് സ്റ്റേജിൽ പോയാലും, ഏത് വേദിയിൽ പോയാലും, ഒരുപക്ഷെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറംഗായിരിക്കും, അവര് എന്തോ ഒരു വിനയത്തിന്റെ ഉടമകളാണ്, ഇൽമിന്റെ ബഹറാണ് അവർ. നേരത്തെ നമ്മുടെ ഒരു ഉസ്താദ് ഇവിടുന്ന് പോയി, ആ ഉസ്താദ് ഫിഖിൽ കർമ്മശാസ്ത്ര വിശഗ്ധരനാണ്, കർമ്മശാസ്ത്രത്തിന്റെ മേഖലകളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷേ വിനയത്തിന്റെ കുപ്പായമാണ്, വിനയത്തിന്റെ പ്രതീകങ്ങളാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ പ്രത്യേകത കൂടി. ഏറ്റവും വിനയാന്വിതരായി, താഴ്മയോടെ, എളിമയോടെ പെരുമാറുന്ന ആളുകൾ. നമ്മളോട് ഇങ്ങോട്ട് ദുആ ചെയ്യണം, നമ്മളെ കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് ദുആ ചെയ്യണം നമ്മൾ പറയുന്നതിന് മുമ്പ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സാധന വയസ്സാണ്, വേണമെങ്കിൽ വീട്ടിലിരിക്കുക, നാളും കുഴപ്പമില്ല, എനിക്ക് ക്ഷീണാലും കുഴപ്പമില്ല, വിളിച്ചും സംഘാടകരുടെ വിഷമം മാറ്റാൻ മതി. ഇന്നലെ എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നു, ഞാൻ പറയേണ്ട വിഷയമില്ല, എന്നാലും ഞാൻ പറയാം. ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നു, എനിക്ക് ഇന്നലെ ഓൺലൈനിൽ വീക്ഷിച്ച ഒരാൾ എനിക്ക് വിളിച്ചു. അതാര് ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് ആരെന്ന് ചോദിച്ചു. എന്തെന്ന് വെച്ചാൽ, ആ ഉസ്താദ് നിങ്ങളെ കുറിച്ചിട്ട് മഹാൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഉസ്താദ് എന്നെ കുറിച്ചിട്ട് നമ്മുടെ വീഡിയോ കിടക്കുന്നു, ഉസ്താദ് ഇവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സമസ്തയുടെ പണ്ഡിതന്മാർക്ക് അങ്ങനെയാണ്, അവർ വിനയത്തിന്റെ പ്രതീകങ്ങളാണ്. അല്ലാഹു അവർക്ക് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ.
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഞാനൊന്ന് ചോദിച്ചാൽ നിങ്ങൾ തരാൻ തയ്യാറാവോ? ഒരാൾ ആദ്യം ഏറ്റെടുത്താൽ മതി, ബാക്കി ഇങ്ങനെ ഏറ്റെടുത്തോളൂ. ഒരു 5000 രൂപ തരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ റമദാൻ പെട്ടെന്ന് കൈ പൊക്കിയ ഒരു 5000, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ഒരു 10 ആൾ കൂടെ അങ്ങനെ പറ്റും, മാഷാ അല്ലാഹ്. അല്ലാഹു സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 പേര് 5000 രൂപയുടെ ഒരു 10 പേരൊന്ന് കൈ പൊക്കുക. രണ്ടാരെങ്കിലും ഉണ്ടോ? മാഷാ അല്ലാഹ്. 2 ആളായി, 3 ആളായി, അൽഹംദുലില്ലാഹ്. 3 ആളായി. പെണ്ണുങ്ങൾക്കും കൈ പൊക്കുക. 3 എണ്ണായി, മാഷാ അല്ലാഹ്. പൊക്കിയ പിന്നെ 7 എണ്ണം കൂടി മതി. 7 എണ്ണം മതി. മാഷാ. പെണ്ണുങ്ങളുണ്ടാരെങ്കിലും ഉണ്ടോ? 3 എണ്ണായി, 4 എണ്ണായോ? രണ്ടാരെങ്കിലും ബാക്കിലൊക്കെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കൊടുത്ത ആളുകൾക്ക് അല്ലാഹു ആദ്യം സ്വർഗ്ഗത്തിൽ പോകുന്ന മുത്തഖീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിലും കുടുംബത്തിലും ബിസിനസ്സിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ ഉണ്ടാരെങ്കിലും ഓക്കെ, എന്റെ ചാൻസ് കഴിഞ്ഞിട്ടോ. നിങ്ങളെ ചാൻസ് പോയി എന്നാണ് എന്റെ അർത്ഥം. ഇവർക്ക് ചാൻസ് ലഭിക്കുകയും ചെയ്തു. ഇനി ഒന്നും കൂടി ഞാൻ ചോദിക്കാൻ, ഒരു 1000 രൂപ തരാൻ പറ്റുന്ന ഒരു 25 ആളുകൾക്ക് എന്ന് നോക്കി 1000 രൂപ. അൽഹംദുലില്ലാഹ്. ഒരാൾക്ക് 2 ആള്, 3 ആള്, 4 ആള്, 5 ആള്, മാഷാ അല്ലാഹ്. കുറേ ആളുടെ സംഘാടകർ വരും, ഇൻഷാ അല്ലാഹ്. അവരുടെ പേരൊക്കെ എഴുതിയെടുക്കുക. 25 ആക്കല്ലേ. നിങ്ങൾ കൈനാളൊക്കെ വരുമ്പോ ഒന്ന് എഴുതി കൊടുത്തു. പെണ്ണുങ്ങളതൊരു വിവരമില്ലല്ലോ. വളണ്ടിയർമാരുണ്ടാവും. പെണ്ണന്മാരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് കുറേ ഉണ്ട്. പെണ്ണുങ്ങൾ കുറേ ഉണ്ട്, മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളിൽ ഒരു ബുക്ക് കൊടുക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അവർ എഴുതി കൊണ്ടുവരും, ഇൻഷാ അല്ലാഹ്. ഞാൻ ഒറ്റൊരു സംഭവം കൂടി പറഞ്ഞു എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ച വിഷയത്താണ്, പക്ഷെ പറഞ്ഞത് മറ്റേത്. ഏതായാലും കുഴപ്പമില്ല, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ പറഞ്ഞ വിഷയമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വരുന്നതും. അപ്പോൾ ഈ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായം പൂർണ്ണമായിട്ടുണ്ടാകും. പിന്നെ 1000 കൊടുക്കാൻ പറ്റാത്ത ആളുകൾ 500 കൊടുക്കാൻ പറ്റുമെങ്കിലും ആ വരുമ്പോൾ എഴുതി കൊടുത്ത് ഞാൻ 500 തരാം. റമദാനല്ലേ, ഇൽമിന്റെ സദസ്സല്ലേ, ബഹുനിരായ ശൈഖ് ദുആ ചെയ്യാൻ പോവാണ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. എത്രയോ സ്വാലിഹീങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്ന നമ്മളൊന്നുമല്ല, എത്രയോ മുഅ്മിനീങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പെണ്ണുങ്ങളിൽ ആണുങ്ങളിലൊക്കെ. അവരുടെ ആമീൻ കൊണ്ട് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം 40 പേരുള്ള സദസ്സിൽ ഒരു ദുആക്ക് ഇജാബത്തുള്ള ഒരു വലിയ ഉണ്ടെന്നാണ്. എത്ര വലിയ ഉണ്ടാവും അങ്ങനെയെങ്കിലും ഇവിടെ? ഒരുപാട് വലിയ ഉണ്ടാകും. അല്ലാഹു നമ്മുടെ ദുആകൾക്ക് ഉത്തരം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരുമാറാവട്ടെ. അപ്പൊ ഏതായാലും അല്ലാഹു അക്രമം കാണിക്കുന്നത് കാരണം ആരെങ്കിലും ആക്രമിക്കുമായിരുന്നുവെങ്കിൽ, തിരിച്ചു പ്രതികാരം നൽകുമായിരുന്നുവെങ്കിൽ, മാപ്പ് നൽകാതിരിക്കുമായിരുന്നുവെങ്കിൽ, ലോകത്തൊരു മൃഗമോ ലോകത്തൊരു ജീവിയോ ലോകത്തൊരു ജന്തു പോലും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഒരു നിശ്ചിത കാലയളവ് വരെ നിങ്ങൾക്ക് ഞാൻ അവസരം തരികയാണ്, നിങ്ങളൊന്ന് നന്നാവാൻ വേണ്ടി. എന്നോട് ചെയ്യുന്ന കുരുത്തക്കേടൊക്കെ കണ്ട ഞാൻ നിങ്ങളെ വെറുതെ വിടേണ്ട ആളല്ല. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും അവസരം തരാണ്. ചില കളിക്കാരൊക്കെ നമ്മൾ കാണാറില്ല, ഫോം ഔട്ടായി ഒരു 10 കളിയുടെ അവസരം കൊടുക്കുന്ന ഫോം തിരിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ചില്ലേ പോയി രഞ്ജി ട്രോഫി കളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് അവസരം തരാണ്, വീണ്ടും അവസരം തരാണ്. എന്നിട്ട് നിങ്ങൾ നന്നാവാനും മാറാനും തയ്യാറില്ലേ? അല്ലാഹുവിന്റെ പിടുത്തം അത് ഭയാനകമാണ് സഹോദരങ്ങളെ. ആ പിടുത്തം വരാതെ അതിനു മുമ്പേ നമ്മൾ രക്ഷപ്പെടണം, അതിനു മുമ്പേ മടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സദഖ കൊടുക്കുമ്പോ അതോടുകൂടി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, അതോടുകൂടി അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അത് കാരണം ചീത്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, ആഖിബത്ത് നന്നായി മരിക്കാൻ പറ്റുമെന്നൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. സദഖ കൊടുക്കുന്ന ആളുകൾക്ക് അത് അവന്റെ തിന്മകളെ മായ്ച്ചു കളയും, അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആപത്തുകളെ തട്ടിക്കളയും. അതേപോലെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ സംഭാവന ചെയ്ത ആളുകൾ എല്ലാവർക്കും അല്ലാഹു ആ ഒരു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ 3 സൗഭാഗ്യങ്ങളും അവർക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് നൽകണേ, നിങ്ങൾ അഫ്വ് നൽകണേ.
നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു മാപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൽയഅഫൂ വൽയസ്ഫഹൂ, നിങ്ങൾ മാപ്പ് ചെയ്യണേ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പുറത്തു പെരുമാറാവട്ടെ. പ്രസംഗത്തിലോ ജീവിതത്തിലോ പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ശൈത്താനിൽ നിന്നും മിന്നിൽ നിന്നുമാണ്. റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. എന്തെങ്കിലും ഖൈർ വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നിൽ നിന്നാണ് റബ്ബേ, നിന്റെ ഫضലാണ് റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. ഈ വാലുകൾ, ഞങ്ങൾ കേൾക്കുന്ന വാലുകളും പറയുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ കൊണ്ടുവരാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത് നാളെ ആഖിറത്തിൽ ഉപകാരമുള്ള ഒരു സദസ്സാക്കണേ അല്ലാഹ്. ഈ വാല് കഴിഞ്ഞ് തിരിച്ചുപോയി ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതേ ഒരു പരിചയം, ഇതേ ഒരു ബന്ധം നാളെ ആഖിറത്തിൽ പരസ്പരം തിരിച്ചറിയാനും പരസ്പരം കണ്ടുമുട്ടുവാനും കൂട്ടിമുട്ടുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ ഖബറിലെത്തുമ്പോ ഇവിടെ വന്നത് കാരണം, ഇൽമിന്റെ സദസ്സിൽ ഇരുന്നത് കാരണം ഞങ്ങൾക്ക് ഖബർ ജീവിതം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ ഇരുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ, അവരുടെ ഖബറിടം രക്ഷപ്പെടാൻ ഈ ഒരു സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്.